ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. ജോൺ ഡൺ. He was born in 1572 and he was died in 1631. 1572 ജനിച്ച് 1631 മരിച്ച ഒരു ഫേമസ് പോയിറ്റാണ് ആര്? ജോൺ ഡൺ. വി നോ ദാറ്റ് ഹിസ് വർക്ക്സ് ആർ പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി. അയാളുടെ മരണശേഷം ഓൾമോസ്റ്റ് അയാളുടെ എല്ലാ വർക്കും ഓൾമോസ്റ്റ് ഒരു എല്ലാ വർക്കുകളും പബ്ലിഷ് ചെയ്തപ്പോഴായിരുന്നു ബൈ ഹിസ് സൺ ജോൺ ജൂനിയർ എന്ന് പറഞ്ഞ ആളായിരുന്നു ആൾ പബ്ലിഷ് ചെയ്തത്. ഇയാളുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും പബ്ലിഷ് ചെയ്തത് ബൈ ആഫ്റ്റർ ഹിസ് ഡെത്ത്. ഒരു പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ജോൺ ഡൺ വാസ് എൻ ഇംഗ്ലീഷ് പോയറ്റ്, സ്കോളർ, സോൾജിയർ ആൻഡ് സെക്രട്ടറി ഹു വാസ് ബോൺ ഇൻ ടു എ റെക്യൂസൻ കാത്തലിക് ഫാമിലി. ഹി വാസ് എ റോമൻ കാത്തലിക് ആയിരുന്നു ഇയാൾ. പിന്നെ അതിന് ശേഷം ഇതിലേക്ക് മാറുന്നുണ്ട്, ആംഗ്ലിക്കൻ ചർച്ചിലേക്ക് പ്രൊട്ടസ്റ്റാൻറ്റിസിലേക്ക് മാറുന്നുണ്ട് കുറച്ച് കഴിയുന്ന സമയത്ത് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. Later become a cleric in the Church of England and was appointed Dean of St. Paul's Cathedral in London 1621 to 1631 വരെയായിരുന്നു സെൻറ്റ് പോൾസിലെ ഒരു ഡീനായിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നു അണ്ടർ റോയൽ പാട്രണേജ്. ബോൺ ഇൻ ലണ്ടൻ in 1571 or 1572 into a recusant Roman Catholic family at a time when Catholicism was illegal in England. ആ സമയത്ത് ഏത് റിലീജിയനാണ്, ഏത് വിഭാഗക്കാരായിരുന്നു കുറച്ചും കൂടി പ്രൊമിനൻ്റ് ആയിട്ടുള്ളത് ആ സമയത്ത്? ആരായിരുന്നു പറയൂ? പ്രൊട്ടസ്റ്റൻസ് ആയിരുന്നു അല്ലേ, അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ച്, അവരായിരുന്നു കുറച്ചും കൂടി ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലേ. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു, റോമൻ കാത്തലിക് ആൻഡ് പ്രൊട്ടസ്റ്റൻസ്? റോമൻ കാത്തലിക് വാസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ ഇംഗ്ലണ്ട് ഹൂസ് എ ലീഡർ ഓഫ് ദം. റോമൻ കാത്തലിക്സിൻ്റെ പോപ്പ് ആയിരുന്നു ലീഡർ അല്ലേ. ഫോർ പ്രൊട്ടസ്റ്റാൻറ്റിസം, പ്രൊട്ടസ്റ്റന്റ് പീപ്പിൾ ഒരു നേതാവ്, ഹൂസ് എ ലീഡർ, കിങ് ആയിരുന്നു ഇവരുടെ നേതാവ്, അല്ലെങ്കിൽ അണ്ടർ ദ കിങ് അല്ല അണ്ടർ ദ ക്വീൻ അല്ലേ. ക്വീൻ എലിസബത്തിന് കീഴുണ്ടായിരുന്ന ഒരു ടീം ആളുകളെ മുന്നിൽ വിളിക്കുക നമ്മൾ പ്രൊട്ടസ്റ്റാൻസ് എന്ന് വിളിക്കുക. ഓക്കെ, ജോയിൻ ചെയ്തിട്ടുണ്ട് 10 മിനിറ്റ്. Okay, and he was son of a wealthy Roman Catholic. His Catholic faith became a block to his studies and career. അയാളുടെ ഈ കാത്തലിക് എന്ന് പറയുന്ന കാത്തലിസം ആയിരുന്നു ഇയാൾ, കാത്തലിക് ആയിരുന്നു ഇയാൾ. സോ ഹി വാട്ട് Catholic faith become a block to his studies and career. Why? ഇവർ രണ്ടാളും ഓപ്പോസിറ്റ് ആവാനുള്ള കാരണം എന്താ? റോമൻ കാത്തലിക്സും പ്രൊട്ടസ്റ്റന്റ്സും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണം കുറച്ച് ആൾക്കാർ ആ സമയത്ത് പ്രൊട്ടസ്റ്റാൻറ്റിസം ഫോളോ ചെയ്തു, കുറച്ച് ആൾക്കാർ റോമൻ കാത്തലിസം ഫോളോ ചെയ്തു. അതങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും പറയുന്നില്ല, അത് കുറേ ഹിസ്റ്ററി കുറേ പറയാനുണ്ട്, നമുക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അത് പിന്നെ ഒരു ദിവസം പറയാം. ഓക്കെ, ഒന്നും കൂടി സ്റ്റഡി ചെയ്തൊന്നും പറഞ്ഞു തരാം കേട്ടോ ഞാൻ. ഓക്കെ, അപ്പോൾ ഹിസ് കാത്തലിക് ഫെയ്ത്ത് ബിക്കം എ ബ്ലോക്ക് ടു ഹിസ് സ്റ്റഡീസ് ആൻഡ് കരിയർ. ഇയാളുടെ എന്തായിരുന്നു ഈ പ്രൊട്ടസ്റ്റാൻറ്റ്, ഇയാളൊക്കെ റോമൻ കാത്തലിക് ആയതുകൊണ്ട് ഇയാളുടെ എന്താ സ്റ്റഡീസിനും അതുപോലെ തന്നെ കരിയറിനും അതൊരു ബ്ലോക്കായിരുന്നു. വൈ? ബിക്കോസ് ഇഫ് ഹീ സ്റ്റഡിങ് ഇൻ യൂണിവേഴ്സിറ്റി ഹി വാണ്ടഡ് ടു ടേക്ക് ഓത്ത് ഓഫ് സുപ്രീമസി. ഓത്ത് ഓഫ് സുപ്രീമസി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് കംസ് അണ്ടർ പ്രൊട്ടസ്റ്റാൻറ്റിസം. അതായത് പ്രൊട്ടസ്റ്റാൻറ്റ് ചർച്ചിൻ്റെ കീഴിൽ വരുന്നൊരു ഓത്ത് ഉണ്ടായിരുന്നു. ആ ഓത്ത് എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂണിവേഴ്സിറ്റി ഡിഗ്രിയെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബിക്കോസ് ഹീ ഈസ് നോട്ട് ഏബിൾ ടു, ഹീ ഈസ് റെഫ്യൂസ് ടു ടേക്ക് ഓഫ് ഓത്ത് ഓഫ് സുപ്രീമസി. അതെടുക്കാൻ അയാൾ വില്ലിങ് അല്ലായിരുന്നു. സോ ദാറ്റ് ഹി ഡിഡിൻ ഗെറ്റ് എനി ഡിഗ്രി ഫ്രം എനി കോളേജ് കേട്ടോ, മറന്നു പോകരുത്. ദെൻ റെഫ്യൂസ് ടേക്ക് ഓഫ് ഓത്ത് ഓഫ് സുപ്രീമസി. അയാൾ ഓത്ത് ഓഫ് സുപ്രീമസി എടുക്കാൻ തയ്യാറല്ലായിരുന്നു. ദെൻ ഏർലി ലൈഫ് ആൻഡ് കത്തോലിസിസം, അയാളുടെ ഏർലി ലൈഫും ദെൻ ആഫ്റ്റർ ഹി കൺവേർട്ടഡ് ഇൻ ടു ആംഗ്ലിക്കനിസം. അതൊന്ന് പറഞ്ഞു പോകുന്ന അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. ബോൺ ഇൻ ടു എ കാത്തലിക് ഫാമിലി, ഡോൺ വാസ് born into a devout Roman Catholic family during a time when Catholicism was under severe persecution in Protestant England. പ്രൊട്ടസ്റ്റന്റ് ഇംഗ്ലണ്ടിൽ ഭയങ്കരമായിട്ട് ഇവരെ ജീവിക്കാൻ അനുവദിക്കില്ലായിരുന്നു അന്നത്തെ ആ പ്രൊട്ടസ്റ്റാൻറ്റ് ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റൻസ് അണ്ടർ ദി കിങ്, അണ്ടർ ദി ക്വീൻ അല്ലേ. ഇവരെന്തെയില്ലായിരുന്നു, ഇവർ ജീവിക്കാൻ അനുവദിക്കില്ലായിരുന്നു ഇവരുടെ ഈ റോമൻ കാത്തലിക്സിന്. ഹിസ് മദർ എലിസബത്ത് ഹേയ്വുഡ്, ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോയി കേട്ടോ. ഹിസ് മദർ എലിസബത്ത് ഹേയ്വുഡ് വാസ് എ ഡിസെൻഡൻറ്റ് ഓഫ് സർ തോമസ് മൂർ, എ കാത്തലിക് മാർട്ടിയർ. തോമസ് മൂറിൻ്റെ ഒരു ഡിസെൻഡൻ്റ് ആയിരുന്നു ആര്? നമ്മുടെ എലിസബത്ത് ഹേയ്വുഡ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അമ്മ മദർ. ചലഞ്ചസ് ഓഫ് ബീയിങ് കാത്തലിക് ഇൻ എലിസബത്ത് ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇവർ ഫേസ് ചെയ്തിരുന്ന ചലഞ്ചസ്? കാത്തലിക്സ് ഫേസ്ഡ് ഇംപ്രിസൺമെൻറ്റ്, ഫൈൻസ് ആൻഡ് ഈവൻ എക്സിക്യൂഷൻ ഫോർ പ്രാക്ടീസിങ് ദെയർ ഫെയ്ത്ത്. അതായത് ആ സമയത്ത് ഇവരുടെ റിലീജിയസ് കാര്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫൈൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇംപ്രിസൺമെൻറ്റ് നേരിടേണ്ടി വന്നിട്ടുണ്ട്, ആൻഡ് ഓൾസോ എക്സിക്യൂഷൻ വരെ ഇവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത്. Dunn's brother Henry died in prison for harboring a Catholic priest deeply affected Dunn. ഈ ഡണ്ണിൻ്റെ ബ്രദർ ഉണ്ട്, വാസ് നെയിം ഹെൻറി. ഇയാൾ മരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ പ്രിസൺ. വൈ ഹി ഇംപ്രിസൺഡ്?
ഫോർ ഹാർബറിങ് എ കാത്തലിക് പ്രീസ്റ്റ്. ഒരു കാത്തലിക്കിൻ്റെ പ്രീസ്റ്റ് ആയതുകൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്തത്, ഇയാൾ ജയിലിലിട്ട് ഇയാൾ അവസാനം മരിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾസോ അഫക്ട്സ് ജോൺ ഡൺ. ഓക്കെ, religious conflict in his early writings. പിന്നെ his early works such as satires and elegies reflects a skeptical and often conflicted attitude towards organized religion, revealing his intellectual struggles. ഇതൊക്കെ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫ് ആൻഡ് ഹി വാസ് ടു കാത്തോലിസം. കാത്തോലിക് ആയിരുന്ന സമയത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ദെൻ കൺവേർഷൻ ടു ആംഗ്ലിക്കനിസം ഓർ പ്രൊട്ടസ്റ്റാൻറ്റിസം രണ്ടുപേരും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഷിഫ്റ്റ് ടു പ്രൊട്ടസ്റ്റാൻറ്റിസം. വൈ ഹി ചേഞ്ച് ടു പ്രൊട്ടസ്റ്റാൻറ്റിസം, that is we are discussing here. Then abandoned Catholicism in his late 20s, influenced by the pragmatic need for social and professional advancement in Protestant England under Queen Elizabeth and later King James I. ഇവർ രണ്ട് പ്രൊട്ടസ്റ്റാൻറ്റ് കിങ്സ് ആയിരുന്നു, നമുക്കറിയാം, റൂളേഴ്സ് ആയിരുന്നു. സോ ഇയാൾക്ക് മനസ്സിലായി, ഞാനിനി റോമൻ കാത്തലിക് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഫ്ലറിഷ് ചെയ്യാൻ എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. സോ ഐ വാണ്ടഡ് ടു ചേഞ്ച് മൈ ഫെയ്ത്ത് ഇൻ ടു ആംഗ്ലിക്കനിസം. സോ ദാറ്റ്സ് വൈ ഹി ചേഞ്ച്ഡ്. Legal and political pressure. His conversion was partly motivated by the limited opportunities available to Catholics. ആ സമയത്ത് റോമൻ കാത്തലിക്സിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ഉണ്ടായുള്ളൂ. ദാറ്റ്സ് വൈ ഹി കൺവേർട്ടഡ് ഇൻ ടു ആംഗ്ലിക്കനിസം. He sought to align himself with the dominant Church of England to secure a career and avoid persecution. And ഇയാൾക്ക് എന്ത് ചെയ്യണം, എന്നൊരു ഡൊമിനൻ്റ് ഒരു പൊസിഷൻ കിട്ടുന്ന ഇയാൾ എന്ത് ചെയ്യണം, he wanted to change his faith to Anglicanism, so he changed. Then skepticism and search for truth. Then poetry during this period, such as an anatomy of the world, often reflects a deeply personal exploration of the faith and mortality. Okay, then family and early loss. Then next we are going to discuss his family and all the things. Dunn's father died in 1576. Dunn's അച്ഛൻ മരിക്കുന്നുണ്ട് 1570s. അച്ഛൻ മരിക്കുന്നുണ്ട് when Dunn was 4 years old. ഡണ്ണിന് 4 വയസ്സ് സമയത്താണ് ഡണ്ണിൻ്റെ അച്ഛൻ മരിക്കുന്നത്. ലിവിങ് ഹിസ് മദർ എലിസബത്ത് ഹേവുഡ് ടു റേസ് ദി ചിൽഡ്രൻസ് അലോൺ. തൻ്റെ എലിസബത്ത് ഹേവുഡ് തൻ്റെ അമ്മയെ ഒറ്റയ്ക്ക് മക്കളെ വളർത്താൻ വിട്ടിട്ട് ആര് പോകുന്നത്, തൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നത്. എലിസബത്ത് ഹേവുഡ് കെയിം ഫോർ റോമൻ കാത്തലിക് ഫാമിലി. ഹർ ഫാദർ വാസ് പ്ലേ റൈറ്റ് ജോൺ ഹേവുഡ്. ജോൺ ഹേവുഡിൻ്റെ മകളായിരുന്നു ആര്, എലിസബത്ത് ഹേവുഡ്. ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് മാത്രമേ. നമ്മൾ ജസ്റ്റ് ഒരു പറയുമ്പോൾ ഫുള്ളായിട്ട് പറഞ്ഞതാണ്, ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഓർമ്മയിലുണ്ടാവും, നല്ലതാണ്. And she was a great niece of Thomas More. A few months later, after his first husband's death, Elizabeth remarried John Symings, a wealthy widower. ഒരു കല്യാണം കഴിക്കുന്നുണ്ട് ആഫ്റ്റർ ഹിസ് ഡെത്ത്. സൂൺ ആഫ്റ്റർ ഹിസ് ഡെത്ത് ഷീ മാരീഡ് എ വെൽത്തി വിഡോവർ ജോൺ സൈമിഞ്ചസ്. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ. ഇയാളുടെ ജോൺ ഡണ്ണിൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. പ്രൈവറ്റ്ലി എഡ്യൂക്കേറ്റഡ് ആണ്. സോ ദർ ഈസ് നോ എവിഡൻസ് ഹി വാസ് ടോട്ട് ബൈ ജെസ്യൂട്ട്സ് ഓർ സംടൈംസ് ക്ലൈൻറ്റ്. ജെസ്യൂട്ട്സ് എന്നാൽ ദോസ് ഹു ടീച്ച് സം തിങ്സ്. ഓക്കെ, at the age of 11 in 1583 he began studying at Hart Hall, Oxford, and then studied at Cambridge, but he couldn't obtain a degree from either due to his refusal to take up the oath of supremacy. ഇയാൾ 1-2 കോളേജ് ഓക്സ്ഫോർഡിലും അതുപോലെ കേംബ്രിഡ്ജിലും പഠിക്കാൻ പോകുന്നുണ്ട്. ബട്ട് ഹി കുഡിൻ ഗെറ്റ് എ ഡിഗ്രി ബിക്കോസ് ഹി റെഫ്യൂസ്ഡ് ടു ടേക്ക് ഓഫ് ഓത്ത് ഓഫ് സുപ്രിമസി. അതെടുക്കാൻ ഇയാൾ വില്ലിങ് അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, അയാൾക്ക് ഡിഗ്രി ഒന്നും കിട്ടില്ല എന്നാണ് പറയുന്നത്. In 1591 he enrolled at Tavies in Legal School in London, and on May 6, 1592 he was admitted to Lincoln's Inn. ഈ ലിങ്കൺസ് ഇന്നും പഠിക്കാൻ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ടാവീസ് ഇന്നിലും ഇയാൾ പഠിക്കാൻ പോയിട്ടുണ്ട്. ഓർത്ത് വെക്കണം, മറന്നു പോയി, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ. ദെൻ മാരേജ് ടു ആൻമോർ. അടുത്തൊരു പോയിൻ്റാണ് ആൻമോറുമായിട്ടുള്ള വിവാഹം. ഓക്കെ, ദൻ ദിസ് ഫേമസ് പോയം എ വേഷം ഫോർബിഡിംഗ് മോർണിംഗ് ഈസ് അഡ്രസ് ടു ഹൂം. ആൻമോറിന് അഡ്രസ്സിൽ പോയിരുന്നത്. Dunn fell in love with Anmore, the niece of his employer Sir Thomas Egerton. തോമസ് ഇഗേർട്ടൻ്റെ നീസായ ആൻമോറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ പ്രണയത്തിലാവുന്നുണ്ട്. ഇൻ 1601 ദേ സീക്രട്ട്ലി മാരീഡ്. ആ സമയത്ത് ഇവർക്ക് കല്യാണങ്ങൾ അനുവാദമൊന്നുമില്ലായിരുന്നു. ബിക്കോസ് ദേ സീക്രട്ട്ലി മാരീഡ് എഗെയിൻസ്റ്റ് ദ വിഷസ് ഓഫ് ബോത്ത് ഇഗേർട്ടൺ ആൻഡ് ആൻസ് ഫാദർ. ഇഗേർട്ടൻ്റെയും ആൻ്റെ അച്ഛൻ്റെയും സമ്മതത്തിന് നിൽക്കാതെ എന്ത് ചെയ്തു, ഇവർ സീക്രട്ടായി വിവാഹം കഴിക്കുന്നുണ്ട്. ജോർജ് മോർ ഹു വാസ് ലെഫ്റ്റനൻറ്റ് ഓഫ് ദി ടവർ. ജോർജ് മോർ എന്ന് പറയുന്നു ആൻഡ് ഫാദർ ആൻഡ് ജോർജ് മോർ കേട്ടോ. സോ ദേ സീക്രട്ട്ലി മാരീഡ് ഇൻ വിച്ച് ഇയർ 1601. 1601 എന്ത് ചെയ്യുന്നത്, ഇവർ വിവാഹം കഴിക്കുന്നത്. Their marriage caused a scandal leading to Dunn's dismissal from his position and his imprisonment in Fleet Prison along with Samuel Brooke. അങ്ങനെ ഈ മാരേജ് എന്താ വാലിഡ് അല്ലാത്തതുകൊണ്ട് ഇവർ എന്ത് ചെയ്തു,
ഇവർ ജയിലിൽ അടക്കപ്പെട്ടു. ബിക്കോസ് ഹി വാസ് റോമൻ കാത്തലിക്. സോ ഇവന് ജയിലിൽ അടക്കപ്പെടുന്നുണ്ട് ബിക്കോസ് ഓഫ് ദിസ് മാരേജ്. സോ along with Samuel Brooke, the priest who married them. Samuel Brooke എന്ന് പറയുന്നത് ഇവരുടെ വിവാഹം നടത്തിക്കൊടുത്ത പ്രീസ്റ്റ് ആയിരുന്നു. ആൻഡ് സാമുൽ ബ്രൂക്ക് വാസ് ഓൾസോ ഇംപ്രിസൺഡ്. ആൻഡ് ഓൾസോ ഡൺസ് ബ്രദർ ക്രിസ്റ്റഫർ നമ്മുടെ ഡണിൻ്റെ ബ്രദറും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ആരാവുന്നുണ്ട്, ഇംപ്രിസൺഡ് ആവുന്നുണ്ട്. ബിക്കോസ് ഹു സ്റ്റുഡ് ഇൻ ഫോർ ആൻഡ്സ് ഫാദർ. ആൻഡ് അച്ഛനെ അഭിനയിച്ച പ്രസിഡന്റ് ആരായിരുന്നു, ഈ ക്രിസ്റ്റഫർ ആയിരുന്നു കേട്ടോ, മറന്നു പോകരുത്. Dunn was released when the marriage was validated and he managed to secure the release of the others. അങ്ങനെ രണ്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു, അങ്ങനെ പോകുന്നു. ഇൻ എ ലെറ്റർ ടു ഹിസ് വൈഫ് അബൌട്ട് ഹിസ് കരിയർ ലോസ് ഡോൺ സൈൻഡ് ജോൺ ഡൺ ആൻഡ് ഡൺ അണ്ടൺ. ഇമ്പോർട്ടൻ്റ് ആണ്. ആൻമോറിനുള്ളൊരു കത്തിൽ എഴുതുന്നൊരു സംഭവമാണിത്. ജോൺ ഡൺ ആൻഡ് ഡൺ അണ്ടൺ. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഈ എല്ലാ പൊസിഷൻസും നഷ്ടപ്പെട്ടു. അങ്ങനെ എഴുതുന്നൊരു ലെറ്ററാണത്. ആ ലെറ്ററിൽ എഴുതുന്നൊരു 3 വാക്യങ്ങളാണ്. ജോൺ ഡൺ ആൻഡ് ഡൺ അണ്ടൺ. മറന്നു പോയത് കേട്ടോ. It was since until 1609 that Dunn was reconciled with his father-in-law and received his wife dowry. തൻ്റെ വൈഫിന് ഡൗറി കിട്ടുന്നത് in 1609 പറഞ്ഞത്. The life after marriage, after his release, Dunn lived a retired country life in small house in Pyford, Surrey, owned by Anne's cousin Sir Francis Woolley until the end of 1604. ഇത്ര ഇമ്പോർട്ടൻ്റ് ലിസ്റ്റ് വായിച്ചു വിടാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ അടുത്ത സ്ലൈഡിൽ പോകാം. പിന്നെ ഫാമിലി ആൻഡ് ചിൽഡ്രൻ. ആൻസ് ഗേവ് ബർത്ത് ടു 12 ചിൽഡ്രൻ ഓവർ 16 years ഓഫ് മാരേജ്. ഈ 16 വർഷമാണ് ഇവർ ഒരുമിച്ചുണ്ടായിരുന്നത്. ഈ 16 വർഷം ഇവർക്ക് എത്ര മക്കളുണ്ടായി? 12 മക്കൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മറന്നു പോയത്. വിത്ത് 2 സ്റ്റിൽ ബർത്ത് ആൻഡ് 10 സർവൈവിങ് ചിൽഡ്രൻ. 2 ആൾ മരിച്ചും പോയി, 10 കുട്ടികളെ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റൈൻസ്, ജോൺ, ജോർജ്, ഫ്രാൻസിസ്, ലൂസി, ബ്രിഡ്ജറ്റ്, മേരി, നിക്കോളാസ്, മാർഗരറ്റ് ആൻഡ് എലിസബത്ത്. ദീസ് ആർ ദ ചിൽഡ്രൻ ഓഫ് ജോൺ ഡൺ. ഓക്കെ, 3 of their children, Francis, Nicholas and Mary, died before the age of 10. ഇവർ 10 വയസ്സിന് മുന്നേ 3 പേര് മരിച്ചിട്ടുമുണ്ട്. Dunn went through periods of despair, even contemplating suicide during times of financial hardship, especially when he couldn't afford the burial expense for his deceased children. അങ്ങനെ ഈ സമയത്ത് ഡിപ്രസ്ഡ് ആയിട്ട് ജോൺ ഡൺ. അങ്ങനെ സമയത്ത് ഇയാൾ നേരിട്ട് സൂയിസൈഡിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ എഴുതിയൊരു വർക്കാണെന്ത്, ഹി റോട്ട് ബൈ താൻതോസ് എ ഡിഫെൻസ് ഓഫ് സൂയിസൈഡ് ഡ്യൂറിങ് ദിസ് ടൈം ബട്ട് ഡിഡ് നോട്ട് പബ്ലിഷ് ഇറ്റ്. ഈ സമയത്ത് എന്ന് വർക്കണത് ബൈ താനത്തോസ് എന്ന് പറയുന്ന ഒരു വർക്ക് എഴുതുന്നുണ്ട്. എ ഡിഫെൻസ് ഓഫ് സൂയിസൈഡ് എന്ന് പറയുന്ന വർക്ക് ഇയാൾ എഴുതുന്നുണ്ട്. പക്ഷേ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഡെത്ത് ഓഫ് ആൻഡൺ. അങ്ങനെ ആൻഡൺ മരിക്കുന്നൊരു സമയത്ത്. ആൻഡൺ പാസ്ഡ് അവേ ഓൺ August 15, 1617, ജസ്റ്റ് 5 days ആഫ്റ്റർ ഗിവിംഗ് ബർത്ത് ടു ദെയർ 12th child. 12ാമത്തെ കുട്ടീനെ പ്രസവിച്ചിട്ട് ദെൻ ആഫ്റ്റർ 5 days വിളിന്ന് മരിച്ചു പോകുന്നുണ്ട്. A stillborn baby. Dunn mourned her deeply, expressing his sorrow and love for her in his 17th holy sonnet. മറന്നു പോയത്, ബിക്കോസ് ഹി റോട്ട് ഹോളി സോണറ്റ് ആൻഡ് ഓർ ഡിവൈൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു കളക്ഷൻ ഓഫ് പോയിംസ് എഴുതിയിട്ടുണ്ട്. അതിൽ 17th സോണറ്റ് പറഞ്ഞതാണ് ഹിസ് ലവ് ടുവേർഡ്സ് ഹിസ് വൈഫ് ആൻമോറുമായിട്ടുള്ള ആ ഒരു പ്രണയബന്ധന കഥ ഒരു പറയുന്നൊരു സോണറ്റാണ് എന്ത്, സോണറ്റ് നമ്പർ 17. ഓക്കെ, ദെൻ ആൻറ്റി കാത്തലിക് റൈറ്റിങ്സും ഇമ്പോർട്ടൻ്റ് ആണ്. In 1610 and 1611, Donne wrote 2 anti-Catholic polemics, Pseudo Martyr and Ignatius his Conclave. മറന്നു പോയത് ഇമ്പോർട്ടൻ്റ് അതൊക്കെ നോട്ട് വെക്കണേ. Pseudo Martyr and Ignatius his Conclave is the 2 anti-Catholic polemics of whom? John Donne. Both works for his patron Thomas Morton. ഇത് ആർക്ക് വേണ്ടി ഈ വർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണേ? തോമസ് മോർട്ടൺ, അദ്ദേഹത്തിൻ്റെ പേട്രനായ തോമസ് മോർട്ടൺ. സോ ദ പേട്രൺ വാസ് തോമസ് മോർട്ടൺ. ഹി ഹാസ് 2. റോബർട്ട് റോയും ഇയാളുടെ പേട്രനാണ് കേട്ടോ, മറന്നു പോയത്. റോബർട്ട് റോയും ഓൾസോ ഹി വാസ് പേട്രൻ. ആൻഡ് ദിസ് വർക്ക് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഹൂം? ഫോർ ഹിസ് പേട്രൻ തോമസ് മോർട്ടന് വേണ്ടിയിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ഈ വർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ഹോളി സോണറ്റ്സ് ബൈ ജോൺ ഡൺ. അദ്ദേഹത്തിൻ്റെ ഒരു ഹോളി സോണറ്റുകളുണ്ട്, നമുക്ക് പഠിച്ചിട്ടുണ്ടാവും. ചില പി ജി പഠിക്കാനുള്ളൊരു സംഭവമാണിത് ഉണ്ടായിരുന്നു. ടൈറ്റിൽ ആൻഡ് ആൾട്ടർനേറ്റീവ് നെയിംസ്. known as holy sonnets or divine meditations or la corona. ഇത് 3ഉം ഈ ഹോളി സോണറ്റിൻ്റെ പേരാണ് കേട്ടോ, മറന്നു പോകരുത്. ഹോളി സോണറ്റ്സ് ഓർ ഡിവൈൻ മെഡിറ്റേഷൻസ് ഓർ ലാ കൊറോണ, മറന്നു പോയത്. ലാ കൊറോണ ഇസ് ലാറ്റിൻ നെയിമാണ്. കമ്പോസിഷൻ പീരീഡ് റിട്ടൺ ബിറ്റ്വീൻ 1609 to 1611 ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നത് ഇയാൾ ഈ പോയം, ഈ ഒരു ഹോളി സോണറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സ്ട്രക്ചർ ഇംഗ്ലീഷ്, ഷേക്സ്പീരിയൻ ആൻഡ് ഇറ്റാലിയൻ പെട്രാക്ടൻ സോണറ്റ്സ് ഫോംസ്. 2 ഫോമിലും നേരിട്ടുണ്ട് ഇയാൾ ഈ പറഞ്ഞ വർക്കുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു.
ദെൻ ഫേമസ് സോണറ്റ് ഡെത്ത് ബി നോട്ട് പ്രൗഡ്, സോണറ്റ് നമ്പർ 10 ആണ് ഡെത്ത് നോട്ട് ബി നോട്ട് പ്രൗഡ്. ബാറ്റർ മൈ ഹാർട്ട് 3 പേഴ്സൺസ് ഗോഡ്, സോണറ്റ് നമ്പർ 14 ആണ്. അറ്റ് ദ റൗണ്ട് എർത്ത്സ് ഇമാജിൻ കോർണേഴ്സ് സോണറ്റ് നമ്പർ 8 ആണ്, സോറി 7 ആണ്. ന്യൂസ് ഓഫ് കൺസീറ്റ് ഇതിൽ ചുമ്മാ വരുന്നുണ്ട്. ഗോഡ് വാസ് എ ബ്ലാക്ക് സ്മിത്ത് ആയിട്ട് വരുന്നുണ്ട്, ഓർ ലവറായിട്ടൊക്കെ ഇതിൽ കൺസീറ്റിൽ വരുന്നുണ്ട് കേട്ടോ, ആസ് എ കൺസീറ്റ്. പിന്നെ പബ്ലിക്കേഷൻ വരുന്നത് ഫസ്റ്റ് പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി ഇൻ 1633 ബൈ ജോൺ ജൂനിയർ. ഇതിൻ്റെ മകനായ ജോൺ ജൂനിയർ ആണ് ഈ വർക്ക് പബ്ലിഷ് ചെയ്യുന്നത് ബൈ ഇൻ 1633. അപ്പോൾ ഹോളി സോണറ്റ് മറന്നു പോകരുത്. 70th സോണറ്റാണ് ആർക്ക് ചെയ്തത്, അത് ഡെഡിക്കേറ്റ് ചെയ്തത് ടു ഹിസ് വൈഫ് ആൻഡ് മോർ. ഓക്കെ, ബാക്കി ഒരു സോണറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ 2-3 പേരുകളുണ്ട്, ഓർത്ത് വെക്കുക. ഡിവൈൻ മെഡിറ്റേഷൻസ് ആൻഡ് ഓൾസോ വാട്ട് ലാ കൊറോണ, മറന്നു പോകരുത് കേട്ടോ. ഇത്രയാണ് അതിൻ്റെ ഹോളി സോണറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. ദെൻ സം കമൻറ്റ്സ് അബൌട്ട് ജോൺ ഡൺ. ജോൺ ഡൺ പറഞ്ഞിട്ടുണ്ട്, ഡൺ അഫക്ട്സ് മെറ്റാഫിസിക്സ് ഹൈലൈറ്റിംഗ് ഈസ് ഇൻ്റലക്ച്വൽ ആൻഡ് ഫിലോസോഫിക്കൽ അപ്രോച്ച് ടു പോയട്രി. ജോൺ ഡ്രൈഡൻ പറഞ്ഞൊരു വേർഡാണ് വാട്ട് ഡൺ അഫക്ട്സ് മെറ്റാഫിസിക്സ് ഹൈലൈറ്റിംഗ് ഹിസ് ഇൻ്റലക്ച്വൽ ആൻഡ് ഫിലോസോഫിക്കൽ അപ്രോച്ച് ടു പോയട്രി. നെക്സ്റ്റ് വൺ ബെൻ ജോൺസൺ പറഞ്ഞത്, criticized Don for his irregular meter, deserved hanging for not keeping the accent. Deserved hanging for not keeping the accent. Why he commented like that? Because he criticized Don for his irregular meter. അതായത് അതിൻ്റെ പോയത്തിലുള്ള ഇറഗുലർ മീറ്ററിനെ കുറിച്ച് കമൻറ്റ് ചെയ്തൊരു വേർഡ്, ഒരു കമൻറ്റാണ് എന്ത്, ഡിസേർവ്ഡ് ഹാങ്ങിങ് ഫോർ നോട്ട് കീപ്പിംഗ് ദി ആക്സെൻറ്റ്. ഓക്കെ, ദെൻ ലേസിമാൻ പറഞ്ഞിട്ടുണ്ട്, കോൾഡ് ഡൺ ആസ് എ മൊണാർക്ക് ഓഫ് വിറ്റ്. ലേസിമാൻ കോൾഡ് ഹിം ആസ് എ മൊണാർക്ക് ഓഫ് വിറ്റ്, മറന്നു പോയത് കേട്ടോ. ദെൻ സാമുവൽ ജോൺസൺ ക്രിട്ടിക്ഡ് ഹിസ് ഹെട്രോജീനിയസ് ഐഡിയാസ് യോക്ഡ് ബൈ വയലൻസ് ടുഗെദർ ബട്ട് അക്നോളജ്ഡ് ഹിസ് ഇൻവെൻറ്റീവ് യൂസ് ഓഫ് കൺസീറ്റ്സ്. അതായത് അദ്ദേഹത്തെ കൺസീറ്റിനെ പറ്റി പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ. ഹെട്രോജീനിയസ് ഐഡിയാസ് യോക്ഡ് ബൈ വയലൻസ് ടുഗെദർ. ദ നെക്സ്റ്റ് വൺ T.S. എലിയറ്റ് അഡ്മയർ ഡൺസ് യൂണിഫൈഡ് സെൻസിബിലിറ്റി ബ്ലെൻഡിങ് തോട്ട് ആൻഡ് ഇമോഷൻ സീംലെസ്ലി. He was blending thought and emotion in his poem. So that T.S. Eliot commented about his unified sensibility. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടാത്ത പോയിൻ്റാണ് കേട്ടോ, അത് മറന്നു പോരുതേ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ദെൻ ബാക്കി 4 ആൾക്കാരും ജസ്റ്റ് അദ്ദേഹത്തെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് അവരെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ദെൻ metaphysical poetry. Then we come to metaphysical poetry. So we know that he is the father of metaphysical poetry and he is one of the famous poet who wrote in metaphysical style. Okay, metaphysical poetry refers to a style of poetry that emerged in the early 17th century. അല്ലേ, 17th century early 17th century ഒരു എമേർജ് ചെയ്തൊരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റൈൽ ഓഫ് പോയിട്രി ആണ് എന്ത്, മെറ്റാഫിസിക്കൽ പോയിട്രി. വാട്ട് ഈസ് ദെയർ മെയിൻ ഫീച്ചർ? ഇവരുടെ മെയിൻ ഫീച്ചർ എന്തായിരുന്നു പറയും, എല്ലാവരും പറഞ്ഞാണേ, അത് അറിയത്തിൽ ആരും ഉണ്ടാവില്ല. നമ്മൾ extended use of metaphor or metaphysical conceit അല്ലേ, metaphysical conceit, very good, metaphysical conceit or extended use of metaphor. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ മെറ്റാഫിസിക്സ് പഠിക്കാനുള്ള കുറച്ച് നമ്മൾ ആൾക്കാരെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഡോക്ടർ സാമുവൽ ജോൺസൺ. ഡോക്ടർ ജോൺസൺ പറഞ്ഞ എന്താണ്, ഹി വാസ് കോയിൻഡ് ദ ടേം. ഈ ടേം കോയിൻ ചെയ്ത ആളാരാണ്, സാമുവൽ ജോൺസൺ ആണ്. And the term metaphysics is used by whom? First used by whom? John Dryden ആണ് in his A Discourse Concerning the Original and Progress of Satire എന്ന് പറഞ്ഞ ബുക്കിലാണ് അദ്ദേഹം ആദ്യമായിട്ട് മെറ്റാഫിസിക്സ് അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ എന്നുള്ള വേർഡ് ഫസ്റ്റായിട്ട് യൂസ് ചെയ്തത്. മെറ്റാഫിസിക്കൽ എന്നുള്ള വേർഡ് കോയിൻ ചെയ്ത ആളാരാണ്, സാമുവൽ ജോൺസൺ ആട്ടോ, മറന്നുപോയി, അതുകൊണ്ട് മാറിപ്പോരുതേ. then where the Johnson used this term? എവിടെയാണ് ഈ ടേം ജോൺസൺ യൂസ് ചെയ്തത്? ഹിസ് ലൈഫ് ഓഫ് ദി പോയിറ്റ്സ് അല്ലേ. ലൈഫ്സ് ഓഫ് ദി പോയിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 52 പോയിറ്റ്സിൻ്റെ ഒരു ബുക്കാണ് അല്ലേ. 50 ആൾ കണ്ടംപററീസ് ആയ 52 പോയിൻറ്റ്സിൻ്റെ ഡോക്ടർ ജോൺസണെയും അതുപോലെ തന്നെ അവിടെ കണ്ടംപററീസ് ആയ കുറച്ച് 52 പോയിറ്റുകളുടെ ഒരു ലൈഫ് ഹിസ്റ്ററിയാണ് എന്ത്, ലൈഫ്സ് ഓഫ് പോയിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്ക്. അതിൽ തന്നെ ലൈഫ് ഓഫ് കൗളി എന്ന് പറയുന്ന എബ്രഹാം കൗളിയുടെ ആ ഒരു ഏരിയയിലാണ് എന്ത് പറയുന്നത്, ഈ ഒരു ടേം ഇയാൾ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. Johnson used the term in his Lives of the Poets, specifically Life of Cowley. മറന്നു പോയത് കേട്ടോ. It is characterized by its use of conceits, extended metaphors and exploration of abstract themes like love, death, spirituality and the nature of existence. അപ്പോൾ ഇവിടെയാണ് എക്സ്റ്റൻഡ് യൂസ് ഓഫ് മെറ്റഫർ അല്ലെങ്കിൽ കൺസീറ്റിൻ്റെ ആ ഒരു സംഭവം വരുന്ന ഈ ഒരു ഏരിയയിലാണ്.
The term metaphysical was first used in connection with the poetry of John Donne by John Dryden in his A Discourse Concerning the Original and Progress of Satire. മറന്നു പോയത് കേട്ടോ. പിന്നെ ജോൺ ഡേഡൻ പറഞ്ഞ വേറൊരു കമൻറ്റാണ്, ഹി അഫക്ട്സ് മെറ്റാഫിസിക്സ് നോട്ട് ഓൺലി ഇൻ ഹിസ് സട്ടയേഴ്സ് ബട്ട് ഇൻ ഹിസ് അമോറസ് വേഴ്സസ് വെൻ നേച്ചർ ഓൺലി ഷുഡ് റെയിൻ. നമ്മൾ മുന്നേ പറഞ്ഞു, അതിന് ഫുൾ കമൻറ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതിന് മെറ്റാഫിസിക്സ് കൺസീറ്റ് നമ്മൾ പറഞ്ഞു, എക്സ്റ്റൻഡഡ് യൂസ് ഓഫ് മെറ്റഫറാണ് അല്ലേ. The most heterogeneous ideas are yoked by violence together. Nature and art are ransacked for illustrations, comparisons and allusions. ആര് പറഞ്ഞതാ? Who said this sentence? Who said this comment? Dr. Johnson. Johnson. Okay, very good. Johnson described Donne as the leader of the metaphysical school of poetry and a man of various extensive and various knowledge. ഇതും ആര് പറഞ്ഞാണ്? ഡോക്ടർ ജോൺസൺ തന്നെയാണ് പറഞ്ഞത് കേട്ടോ, അബൌട്ട് ജോൺ ഡൺ. ഇനി വേറൊരു ടേം ഡിസ്കോഡിയ കോൺഗോസ് എന്ന് പറഞ്ഞ വേറെ ടേമിൽ കേട്ടിട്ടുണ്ടാവും. വാട്ട് ഇസ് ദ ടേം മീൻസ്? വാട്ട് ഇസ് ദ ടേം? ഡിസ്കോഡിയ കോൺഗോസ് ഈസ് എ ലാറ്റിൻ ഫ്രേസ് മീനിങ് ഹാർമോണിയസ് ഡിസ്കോഡ് ഓർ ഡിസ്കോർഡൻ ഹാർമോണി. അത്ര ഇമ്പോർട്ടൻറ്റ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാമെന്ന് മാത്രം. ജസ്റ്റ് എവിടെയെങ്കിലും ഒരു നോട്ട് ചെയ്ത് വെക്കുക, ജസ്റ്റ് പഠിച്ചോളൂ. ഇനിയിപ്പോൾ അഥവാ ക്വസ്റ്റ്യൻ വന്നാലോ പറയാൻ പറ്റില്ല നമുക്ക്. It refers to the blending of reconciliation of seemingly contradictory or dissimilar elements to create a unified whole. അതായത് ഒരിക്കലും ഒത്തുപോകാത്ത രണ്ട് സാധനങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ആ ഒരു എക്സാമ്പിൾ പറയാം. കൺസീറ്റിൻ്റെ വേറെ സംഭവം ഡിസ്കോഡിയ കോൺഗോസ് കേട്ടോ. Popularized in English literature by Samuel Johnson when describing metaphysical poetry. Johnson noted how metaphysical poets like John Donne use this concept to yoke together the most heterogeneous ideas by violence. Okay. അതാണ് ഡിസ്കോഡിയ കോൺഗോസ് എന്ന് പറയുന്ന ആ ഒരു ടേം. ഇനി അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കുറച്ച് നമുക്ക് നോക്കാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ് പോയട്രീസ്, ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ വർക്കും നമ്മൾ പഠിച്ചിരിക്കണം. ആൻഡ് ഓൾസോ ദെയർ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻസ് കേട്ടോ. എന്നാൽ ഇയാളുടെ കുറച്ച് നല്ല കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് വർക്ക്സുകൾ ഞാൻ മാത്രം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുന്നത് നല്ലതുമാണ്. ഫസ്റ്റ് വൺ ദ ഫ്ലീ ഇൻ 1633 ആൻഡ് വലേഷൻ ഫോർബിഡിംഗ് മോർണിംഗ് ഇറ്റ്സ് ഓൾസോ കംസ് ഇൻ 1633. ഈ 1933 വരുന്ന ഓൾമോസ്റ്റ് എല്ലാ പോയംസും ഇറ്റ് കംസ് ഇൻ സോങ്സ് ആൻഡ് സോണറ്റ് എന്ന് പറഞ്ഞ കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ. ഇറ്റ് കംസ് ഇൻ സോങ്സ് ആൻഡ് സോൺസ്. അടുത്ത സ്ലൈഡിലുണ്ട് ആ സാധനം. ദെൻ ദ ഗുഡ് മോറോ 1633, ദ സൺറൈസിംഗ് ഓൾസോ 1633, ഡെത്ത് ബി നോട്ട് പ്രൗഡ് ഫ്രം ഹോളി സോണറ്റ് 1609, ബാറ്റർ മൈ ഹാർട്ട് 3 persons God ഫ്രം ഹോളി സോണറ്റ് 1609, ദെൻ ദ കാനണൈസേഷൻ 1633, എ ഹൈമൻ ടു ഗോഡ് ദ ഫാദർ 1612, ദ റെലിക് 1633. ഒന്ന് വായിച്ചു നോക്കുക, ഒറ്റ മിനിറ്റ് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കുക അതൊക്കെ കേട്ടോ. അത്ര നിങ്ങൾക്ക് പരിചയമുള്ള വർക്കുകൾ തന്നെയാണ്, ഒന്നും പരിചയം ഒറ്റ വർക്കും തരില്ല. പിന്നെ അതേക്കുറിച്ച് പ്രോസ് വർക്കുകളുണ്ട്. ഡിവോഷൻസ് അപ്പോൺ എമർജൻറ്റ് ഒക്കേഷൻസ്, സ്യൂഡോ മാർട്ടിയർ ആൻഡ് ബൈത്താനാറ്റോസ് പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി. സ്യൂഡോ മാർട്ടിയർ. ഓക്കെ. ദെൻ സെർമൺസ്. അപ്പോൾ സെർമൺസ് എന്നതാ? സെർമൺസ് എന്നെന്താ? റിലീജിയസ് സ്പീച്ചുകൾ വിളിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പറയല്ലേ നമ്മൾ സമയത്ത് അല്ലേ, അല്ലെങ്കിൽ സ്പീച്ചുകൾ വിളിക്കുന്ന പേരുണ്ട് സെർമൺസ്. ഓക്കെ. ഡെത്ത്സ് ഡ്യുവൽ 1631, സെർമൺസ് ഓൺ ദി മൗണ്ട് 1627. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആഫ്റ്റർ ഹിസ് ഡെത്ത് പോസ്റ്റ്മസ് പബ്ലിക്കേഷൻസ് ആണ് കേട്ടോ. ഓർത്ത് വെക്കുക. പോയട്രീസും കൊടുത്തിട്ടുണ്ട്, പ്രോസും കൊടുത്തിട്ടുണ്ട്, സെർമൺസും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് നമുക്ക് നോക്കി പോകുന്നതായിട്ടുണ്ട്, ബിക്കോസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോങ്സ് ആൻഡ് സോണറ്റ് ആണ് ഫസ്റ്റ് കളക്ഷൻ 1633. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് കളക്ഷൻ ഓഫ് ഹൂം? ജോൺ ഡൺ, ബിക്കോസ് അവർ പോയം from this collection. This collection contains many of Donne's best known love poems including The Flea, The Good Morrow, Sunrising. It was published posthumously by his friend and fellow poet Sir Henry Wotton. Important അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ, ബിക്കോസ് ആ കളക്ഷൻ ഓഫ് പോയംസ് ആരും പബ്ലിഷ് ചെയ്തേ? സർ ഹെൻറി വോട്ടൺ എന്ന് പറയുന്ന ഒരാളാണ് ഈ സോങ്സ് ആൻഡ് സോൺസ് പറഞ്ഞ കളക്ഷൻ പബ്ലിഷ് ചെയ്തത്. മറന്നു പോരുത്. ഇമ്പോർട്ടൻറ്റ് പോയം. ഈ പോയം എവിടെ നിന്നും കിട്ടൂല, അത് ആദ്യം പറയാം. ദെൻ ഹോളി സോണറ്റ് 1609 വരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾസോ നോൺ ആസ് ഡിവൈൻ പോയംസ്. ദിസ് കളക്ഷൻ ഫീച്ചേഴ്സ് ഡൺസ് ഡീപ്ലി റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ സോണറ്റ്സ്. ഈ സമയത്തൊക്കെ ഡണ്ണ് തൻ്റെ ആംഗ്ലിക്കൻ ചർച്ചിലേക്ക് മാറി കുറച്ചും കൂടി ഗോഡുമായിട്ട് കുറച്ച് അടുക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഹി റോട്ട് ദിസ് ഹോളി സോണറ്റ്സ്. ആൻഡ് ദ സെർമൺസ് ഓഫ് ജോൺ ഡൺ, ദ പ്രോസ് വർക്ക്സ് ബൈ ജോൺ ഡൺ, ദ കംപ്ലീറ്റ് ഇംഗ്ലീഷ് പോയംസ്. ഓക്കെ. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ കളക്ഷൻസ് എന്ന് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇത്രയാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ജോൺ ഡണ്ണിനെ കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കുറേ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ കയ്യിലില്ലാത്ത മൊത്തം നോട്ട് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. അതാദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ കയ്യിലില്ലാത്ത പോയിൻറ്റ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇല്ലാത്ത പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, അപ്പോൾ നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് നോട്ട് ബുക്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. എൻ്റെ ഈ
PDF നോക്കി പഠിക്കാൻ നിൽക്കരുത്. ആദ്യം നിങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏറ്റവും നല്ല നിങ്ങളുടെ തന്നെ നോട്ട്സ് ഉണ്ടാക്കുകയാണ്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇല്ലാതെ പോയിൻറ്റ്സ് പറയണമെങ്കിൽ എന്ത് ചെയ്യുക, അതപ്പോൾ നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ ക്ലാസ് കേട്ട് പിന്നെ കണ്ടിട്ടപ്പോഴും ആ പോയിൻറ്റ്സ് മാത്രം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് വരാം. വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് അല്ലേ? ഇൻ വിച്ച് ഇയർ ഇറ്റ് ഈസ് പബ്ലിഷ്ഡ്? ഏതാ? 1633. ഓക്കെ. ദെൻ കളക്ഷന് വായിക്കി. സോങ്സ് ആൻഡ് സോണറ്റ് ഇൻ 1633. പോയറ്റ് ജോൺ ഡൺ. കോണ്ടെക്സ്റ്റ് എന്താണ്? വാലഡിക്ഷൻ വാസ് റിട്ടേൺ ടു ആൻ മോർ ഹു വാസ് പ്രഗ്നന്റ് ഇൻ 1611 or 1612 as Dunn prepared to travel to Europe with his patron Sir Robert Drury. അല്ലേ? അപ്പോൾ അടുത്ത പാറ്റേൺ കിട്ടിയല്ലോ. ഹു ഇസ് എ നെക്സ്റ്റ് പേട്രൺ? സർ റോബർട്ട് ഡ്രറി ആണ് അടുത്ത പേട്രൺ കേട്ടോ. ഹി വാസ് എ മെയിൻ പേട്രൺ ഓഫ് ജോൺ ഡൺ. നമ്മളെല്ലാം അറിയപ്പെടുന്ന പേട്രൺ ആരാണ്? റോബർട്ട് ഡ്രറി ആണ് നമ്മളെല്ലാം അറിയുന്നൊരു പേട്രൺ. അപ്പോൾ എവിടേക്ക് പോകണം? ഫ്രാൻസിലേക്ക് പോകണം അല്ലേ? ഫ്രാൻസിൽ യൂറോപ്പിലേക്ക് പോകണം. തൻ്റെ ഭാര്യയെ വീട്ടിലിട്ട് യൂറോപ്പിലേക്ക് പോകണം. അന്ന് നമ്മളിപ്പോഴത്തെ കാലത്തെ പോലെയല്ല. അന്ന് അപ്പം നമുക്ക് യൂറോപ്പിൽ ഒരാഴ്ച കൊണ്ട് പോയല്ല. പക്ഷെ അന്ന് പോകുകയാണെങ്കിൽ ഒരുപാട് സമയം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൾഫിൽ പോകുന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡിപ്പാച്ചർ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ്സ് വൈ ഹി റോട്ട് ദിസ് പോം. തീം: ദ പോയം ഡീൽസ് വിത്ത് ദ ലവ് ആൻഡ് സെപ്പറേഷൻ, റിയഷ്യൂറിംഗ് ദ സ്പീക്കേഴ്സ് ലവർ ദാറ്റ് ദെയർ ലവ് വിൽ എൻഡ്യൂർ ഇവൻ വെൻ ദേ ആർ എപ്പാർട്ട്. സ്ട്രക്ചർ എത്ര സ്റ്റാൻസ് ഉണ്ട്? ഒക്കെ ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻസ നമ്പറൊക്കെ ഇതൊക്കെ കേട്ടോ, മറന്നു പോരുതേ. ഒരു പോയത്തെ നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യം സ്റ്റാൻസ, ദെൻ മീറ്റർ, ദെൻ ലൈൻസ്, നമ്പർ ഓഫ് ലൈൻസ്, അത് യൂസ് ചെയ്ത് മീറ്റർ, ആകുമ്പോൾ ടെട്രാമീറ്റർ ആകുമ്പോൾ പെൻറ്റാമീറ്റർ ആണ്. മീറ്റർ കറക്റ്റ് നോക്കണം. മീറ്റർ ഇല്ലെങ്കിൽ പോട്ടെ, മീറ്റർ ഉണ്ടെങ്കിൽ കറക്റ്റ് മീറ്റർ നോക്കി വെക്കണം. ഇൻ ദിസ് പോയം വിച്ച് മീറ്റർ ഈസ് യൂസ്ഡ്? ഏത് മീറ്റർ യൂസ് ചെയ്തത്? അയാംബിക് ടെട്രാമീറ്റർ ആണ് യൂസ് ചെയ്തത് കേട്ടോ. അയാംബിക് ടെട്രാമീറ്റർ ആണ് യൂസ് ചെയ്തത്. ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്ട്സ് മീൻ അയാംബിക് ടെട്രാമീറ്റർ? ഞാൻ പറഞ്ഞതായിരുന്നു. അയാംബിക് പെൻറ്റാമീറ്റർ ഞാൻ പറഞ്ഞതായിരുന്നു അല്ലേ സോണറ്റ് എടുത്ത സമയത്ത്. വാട്ട്സ് അയാംബിക് ടെട്രാമീറ്റർ? അയാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട്സ് അയാമ്പ്? അപ്പോഴേക്ക് മറന്നു നിങ്ങൾ. വാട്ട് ഇസ് അയാമ്പ്? അൺസ്ട്രെസ്ഡ് സിലബിൾ ഫോളോയിങ് എ സ്ട്രെസ്ഡ് സിലബിൾ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനത്തെ 5 ഫൂട്ട് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് അയാംബിക് പെൻറ്റാമീറ്റർ. അങ്ങനത്തെ 5 ഫീറ്റ് വരികയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് അയാംബിക് പെൻറ്റാമീറ്റർ. ഇഫ് ഓൺലി 4 ഗ്രൂപ്പ് ഓർ ഓൺലി 4 ഫീറ്റ് ആർ ദേർ, എന്ത് വിളിക്കും? അയാംബിക് ടെട്രാമീറ്റർ. ഇതിലൊരു ലൈന് കൊടുത്തിട്ടുണ്ട്, ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആസ് വിച്വസ് മാൻ പാസ് മൈൽഡ്ലി എവേ. നിങ്ങൾക്കത് 2 ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാനത് കൊടുത്തിട്ടുണ്ട്. അല്ല, ആസ് എന്നുള്ള പറഞ്ഞാൽ ഫസ്റ്റ് അൺസ്ട്രെസ്ഡ് ആണ്, വിച്ച് എന്ന് പറയുന്നത് അടുത്ത് സ്ട്രെസ്ഡ് ആണ്. ആ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. അത് എനിക്കത്ര ഒരു ക്ലിയർ ആയി തോന്നുന്നില്ല. അത് ഞാൻ ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോയത്തെ കുറിച്ച് പറയാനുള്ള ഒരു ബേസിക് കാര്യങ്ങൾ കേട്ടോ. ഇത്രയേ ഉള്ളൂ. വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗിൻ്റെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇതിനപ്പുറത്തേക്ക് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പോയത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റാൻസ വൈസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓരോ ലൈൻ ബൈ ലൈൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻസ വൈസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ മെനി സ്റ്റാൻസാസ് ഇൻ പോയം? ഹൗ മെനി സ്റ്റാൻസാസ്? എത്ര സ്റ്റാൻസാസ് ഉണ്ട് ഈ പോയത്തിൽ? 9 സ്റ്റാൻസാസ്. ആൻഡ് ഓൾ സ്റ്റാൻസാസ് ആർ ക്വാർട്ടറൈൻ അല്ലേ? വാട്ട്സ് ഇൻ ക്വാർട്ടറൈൻ? ഗ്രൂപ്പ് ഓഫ് 4 lines. What is the quintain? Quintain? Group of 5 lines. What is sestet? Sestet? 6 lines. Octave? 8 lines. Okay. Rhyme scheme of Petrarchan sonnet. Rhyme scheme of Petrarchan sonnet. Rhyme scheme of Petrarchan sonnet എന്താ? ഓക്കെ. അബ്ബ അബ്ബ കിടേ കിടേ അല്ലേ? ABBA CDE CDE or CDC CDC. What's the rhyme scheme of Shakespearean sonnet or English sonnet? What is the rhyme scheme of English sonnet or Shakespearean sonnet? ABAB CD EF GG. Okay, next one. What is the rhyme scheme of Spenserian sonnet? Spenserian sonnet. ഇന്റർലോക്ക്ഡ് കോട്രൻസ് ആണ്. ഇന്റർലോക്ക്ഡ് റൈം സ്കീം ആണ് കേട്ടോ. ABAB BC CD E. ഓക്കെ, വെരി ഗുഡ്. പഠിച്ചൊന്നും മറന്നിട്ടില്ല അല്ലേ? നല്ലത്. ഇങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് അവർ പോയം.
As virtuous men pass mildly away and whisper to their souls to go, while some of their sad friends do say, the breath goes now, and some say no. This is the first stanza of our poem. എന്നാൽ തൊട്ടത്താഴെ ഞാൻ കൊടുത്തതിൽ ഓൾമോസ്റ്റ് എല്ലാ ഫിഗർ ഓഫ് സ്പീച്ച് നിങ്ങൾ പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ടാവും, അറിയാത്ത ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ടാവും. അപ്പോൾ അറിയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അറിയാത്തത് ജസ്റ്റ് എവിടെയും പോയി നോട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. As virtuous men pass mildly away. What is the meaning of this line? As virtuous men pass mildly away. Then starts with the metaphor comparing a peaceful death to the calm separation of lovers. Virtuous men die gently without fear of us. What is virtuous men in the sense? What is virtuous men? Virtuous means wise men or good men. നല്ല മനുഷ്യന്മാർ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ല വൈസ് മെൻ അല്ല, പക്ഷേ നമുക്ക് അങ്ങനെ പറയാം വൈസ് മെൻ. So when they are passing in the sense, when they are dying, they haven't created any fear or they haven't created any fuss while they are dying. Okay, as virtuous men pass mildly away എന്ന് പറഞ്ഞാൽ then starts with the metaphor. ഇപ്പോൾ ഫസ്റ്റിന് മെറ്റഫർ യൂസ് ചെയ്യുന്നല്ലേ. What's the metaphor? What's the metaphor? Then comparing. സോറി, മെറ്റഫർ അല്ല, സിമിലിയാണ് കേട്ടോ, മാറിപ്പോയതാണ്. സ്റ്റാർട്ട് വിത്ത് മെറ്റഫർ അല്ല, സിമിലിയാണ്. ആസ് വിച്ചസ് മെൻ പാസ് മൈഡ്ലി അവേ എന്താണ്, ദെൻ കമ്പയർ ചെയ്യാണ് തൻ്റെ പാർട്ടിങ് ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ബിക്കോസ് ഹി ഈസ് ഗോയിങ് ടു യൂറോപ്പ് അല്ലേ, സോ ഹി വാണ്ടഡ് ടു ബി യൂറോപ്പ് ആൻഡ് ഹിസ് വൈഫ് ഇൻ ഹിസ് ഹോം. അപ്പോൾ ഞാൻ പറയാണ് നമ്മളെ പാർട്ടിങ് എങ്ങനെയാവണം, ആസ് വിച്ചസ് മെൻ പാസ് മൈഡ്ലി അവേ. നല്ല മനുഷ്യർ എങ്ങനെയാണോ മരിച്ചു പോകുന്നത്, ബിക്കോസ് വെൻ ദേ ആർ ഗോയിങ് ടു ഡൈ ദേ ഹാവിൻറ്റ് മേക്ക് എനി ഫിയർ, ദേ ഹാവിൻ മേക്ക് എനി ഫസ് അല്ലേ. അവർ പതുക്കെ, അവരാരും അറിയാതെ, ദേ ഡൈ ജെൻറ്റ്ലി, അവരങ്ങനെ മരിച്ചു പോകുന്നത്. ആൻഡ് വിസ്പർ ടു ദേ സോൾസ് ടു ഗോ. ദീസ് മെൻ ജെൻറ്റ്ലി അക്സെപ്റ്റ് ഡെത്ത്. അവരെന്ത് ചെയ്യുന്നു, മരണത്തെ അവരെന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ആസ് ഇഫ് ദേ ആർ ക്വൈറ്റ്ലി റിലീസിങ് ദെയർ സോൾസ് ഷോയിങ് ദാറ്റ് ദെയർ ഡിപ്പാർച്ചർ ഇസ് കാം ആൻഡ് അക്സെപ്റ്റഡ്. ഇവരെന്ത് ചെയ്യുന്നത്, ആസ് ഇഫ് ദേ ആർ ക്വൈറ്റ്ലി റിലീസിങ് ദെയർ സോൾസ്, അവർ പതുക്കെ എന്ത് ചെയ്യുന്നു, അവരെ സോളിനെ റിലീസ് ചെയ്യുകയാണ്. ബിക്കോസ് ഷോയിങ് ദാറ്റ് ദെയർ ഡിപ്പാർച്ചർ ഈസ് കാം ആൻഡ് അക്സെപ്റ്റഡ്. ഇവരുടെ ഡിപ്പാർച്ചർ, ഇവിടെ മരണം എന്ത് ചെയ്യണം, ഭയങ്കര കാമായിരിക്കണം ആൻഡ് അക്സെപ്റ്റഡ് ആയിരിക്കണം. വൈൽ സം ഓഫ് ദെയർ സാഡ് ഫ്രണ്ട്സ് ഡു സേ, ദെയർ ഫ്രണ്ട്സ് ഹു ആർ സാഡ് ബട്ട് റെസ്പെക്റ്റ്ഫുൾ ഒബ്സർവ് ദിസ് പീസ്ഫുൾ പാസിങ്. അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരെന്ത് ചെയ്യും, ദർ ഒബ്സർവിങ് ദ പീസ്ഫുൾ പാസിങ് ഓഫ് ദെയർ ഫ്രണ്ട്സ്. ഓക്കെ, ദ ബ്രെത്ത് ഗോസ് നൗ ആൻഡ് സം സേ നോ. The friends are unsure about the exact moment of death. They don't know when they have died. Why? ഇവർ എപ്പോഴാണ് മരിച്ചതെന്നല്ല കാരണം. Why? Because they haven't make any fuss or they haven't make any fear while they are going or while they are dying. ഇവരൊന്നും ഒരു മരിക്കുന്ന സമയത്ത് ഒരു കണ്ണീരോ അല്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഒരു പതുക്കെയാണ് പോവുക ചെയ്തത്. That's why the breath goes now and some say no. The friends are unsure about the exact moment of death as it's so gentle they can't tell when the soul has truly left. അവർക്ക് പോലും അറിയില്ല ഈ മനുഷ്യൻ എപ്പോഴാണ് മരിച്ചതെന്ന്. That's calm, that much calm that person who dead at that time. അതുപോലെ ആവണം നമ്മൾ പിരിയേണ്ടത്. Okay, so what is the first figure of speech in this line? As virtuous men pass mildly away, സിമിലിയാണ്. Then while some of the sad friends do say, അലിട്രേഷൻ കേട്ടോ, അതിൽ ആ സാഡും സേയും എന്ത് അതിൽ വരുന്ന അലിട്രേഷൻ. ക്ലിയർ അല്ലേ? ഈ സ്റ്റാൻസ് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ഡണ്ണ് പറയാണ്. സോ ലെറ്റ് us melt and make no noise. What's the mean melt? Let us melt means then use melt to suggest that is gentle parting. So നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ പിരിയാം, നമുക്ക് നല്ലപോലെ നമുക്ക് പിരിയാം. He asked that they separate quietly without dramatic expressions of sorrow. നീ ഞാൻ പോകുന്ന സമയത്ത് കരയാൻ നിൽക്കരുത്. Don't make any noise while we are parting. നീ ഞാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ നിൽക്കരുത്, കരയുക, അങ്ങനെ ഒരുപാട് കച്ചറ ഉണ്ടാക്കുക, അപ്പോൾ സംഭവം ഒന്നും ചെയ്യരുത്. So let us melt and make no noise. So we can part and you don't try to make any noise. No tear floods, nor sigh tempest move. നീ എന്ത് ചെയ്യരുത്. He advises against crying tear floods or sighing heavily sigh tempest which would disturb the peace of their parting, mocking the conventions. ആ സമയത്ത് കൺവെൻഷൻ ആയിരുന്നു, ആരെയൊക്കെ പോണ സമയത്ത് ഭയങ്കരമായിട്ട് കരച്ചിലും ഭയങ്കരമായിട്ട് നിലവിളിക്കലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനൊക്കെ എന്താണ് മൂക്കുകയാണ് അല്ലേ. വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് യൂസ്ഡ് ഇൻ ദിസ് ലൈൻ? നോ ടിയർ ഫ്ലഡ്സ് ആൻഡ് നോ സൈ ടെമ്പസ്റ്റ്. ഇതിൽ ഉപയോഗിച്ച ഫിഗർ ഓഫ് സ്പീച്ച് എന്താ?
ഹൈപ്പർബലി. വാട്ട്സ് ഇൻ ഹൈപ്പർബലി? ഹൈപ്പർബലി. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഹൈപ്പർബലി? എന്താണ് ഹൈപ്പർബലിയുടെ മീനിങ്? എന്താ? നിങ്ങൾ പഠിച്ച ആൾക്കാരോ? പഠിച്ച ആൾക്കാരോ? എങ്ങനെ? എക്സാജറേഷൻ അല്ലേ? നമ്മൾ എന്ത് പറയാം? പൊക്കി നമ്മൾ തള്ളി പറയാം. അതിന് മെയിൻ മീനിങ് അതാ, തള്ളി പറയാം, തള്ള അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എക്സാജറേഷൻ അല്ലേ? സോ ഹി സേസ് ദാറ്റ് നോ ടിയർ ഫ്ലഡ്സ്, ഐ ഡോണ്ട് വാണ്ട് എനി സച്ച് സോർട്ട് ഓഫ് ആക്ട്സ് ഫ്രം യു. എനിക്ക് നിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ സംഭവമൊന്നും എനിക്ക് വേണ്ട. നോ ടിയർ ഫ്ലഡ്സ്, നോ സൈ ടെമ്പസ്റ്റ്. യു ഡോണ്ട് ട്രൈ ടു മേക്ക് എ ടെമ്പസ്റ്റ് വിത്ത് യുവർ സൈ. നീ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കരുത് നിൻ്റെ സൈ കൊണ്ട്, നിൻ്റെ ശ്വാസം കൊണ്ട് നീ എന്ത് ചെയ്ത് ഒരു കൊടുങ്കാറ്റ് നീ ഉണ്ടാക്കരുത്. It will be a profanation of our joys. He says that it would be an insult. Profanation, it would be an insult of their sacred love to display it openly in such a way. ഞാൻ പോയ സമയത്ത് ഞാൻ ചെയ്തത് എന്താണ്? നമ്മുടെ ആ സേക്രഡ് ലവ്, അവർ ലവ് ഈസ് സേക്രഡ് അല്ലേ? നമ്മുടെ ലവ് ഭയങ്കര പരിശുദ്ധമാക്കപ്പെട്ടതാണ്. സോ ഇഫ് യു ആർ ഡൂയിങ് സച്ച് തിങ്സ് യു ആർ ഇൻസൾട്ടിങ് അവർ സേക്രഡ് ലവ്. ടു ടെൽ ദ ലേറ്റി ഓഫ് അവർ ലവ്. വാട്ട്സ് ലേറ്റി? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്. ലേറ്റൊക്കെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. വാട്ട്സ് ലേറ്റി? To tell the laity our love. മറ്റുള്ള ആളുകളോട് ലേറ്റി റെഫേഴ്സ് ഓർഡിനറി പീപ്പിൾ ഹു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദെയർ ഡീപ് ബോണ്ട്. ദെയർ ലവ് ഈസ് ടു സീക്രട്ട് ഫോർ പബ്ലിക് ഡിസ്പ്ലേ എക്സ്പ്ലനേഷൻ. നീ അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? മറ്റുള്ളവർ വിചാരിക്കും നമ്മളെ സ്നേഹം അത്രത്തോളം ഒന്നും ഇല്ല എന്ന് വിചാരിക്കും. ബിക്കോസ് പീപ്പിൾ ഹു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദെയർ ഡീപ് ബോണ്ട്. അവർ ഭയങ്കര ബോണ്ടിങ്ങളാണ്. അപ്പോൾ അവർ മനസ്സിലാക്കില്ല. നീ കരഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് മനസ്സിലാക്കും? നമ്മൾ അത്ര നല്ല ഒരു ബന്ധത്തിലല്ല അവർ മനസ്സിലാക്കും. So, which are the figure of speech in these lines? Line 6, tear floods, side tempest. What is the figure of speech? Hyperbole, right? നമ്മൾ ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് വൺ അലിട്രേഷൻ വരുന്നത് മെൽറ്റ് ആൻഡ് മേക്ക്, നോ നോയ്സ്. അലിട്രേഷൻ കേട്ടോ. മെൽറ്റ് ആൻഡ് മേക്ക് വരുന്നത് ലൈനിലാണ്, ഫസ്റ്റ് ലൈൻ നമ്പർ 5 അല്ലേ? ദെൻ നോ നോയ്സും വരുന്നത് നോ ടിയർ ഫ്ലഡ്സ്, നോ സൈഡ് ടെമ്പസ്റ്റ് മൂവ് കഴിഞ്ഞിട്ട് മേക്ക് നോ നോയ്സ്, അതിലും അലിട്രേഷൻ വരുന്നുണ്ട്. Then laity of our love, alliteration വരുന്നുണ്ട്. To a profanation of our joys to tell the laity of our love. What's the enjambment? The enjambment. What's the meaning of enjambment? അതായത് ഒരു ലൈൻ, ഒരു മീനിങ്. ഇറ്റ്സ് എ കണ്ടിന്യൂഷൻ. ആ ഒരു മീനിങ് എന്തായിട്ടുണ്ടാവില്ല, ആ ഒരു ലൈനിൽ ഫുള്ളായിട്ടുണ്ടാവില്ല. സോ ദ റൈറ്റർ സ്റ്റെപ്പ് ഇൻ ടു ദ നെക്സ്റ്റ് ലൈൻ ഓൾസോ. ദാറ്റ്സ് ദ മീനിങ് ഓഫ് എൻജാംമെൻറ്റ് കേട്ടോ. അത് 7ഉം 8ലാണ് ആ എൻജാമിലുള്ളത്. ടു എ പ്രൊഫനേഷൻ ഓഫ് അവർ ജോയ്സ് ടു ടെൽ ദ ലേറ്റി അവർ ലവ്. ആ 2 ലൈനും ഫുള്ളായിട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന് മീനിങ് കറക്റ്റ് കിട്ടുള്ളൂ. ആൻഡ് ഓൾസോ സോ ലെറ്റ് us മെൽറ്റ് ആൻഡ് മേക്ക് നോ നോയ്സ്. ലാസ്റ്റ് വൺ അപ്പോസ്ട്രോഫി. വാട്ട് ഇസ് അപ്പോസ്ട്രോഫി? അപ്പോസ്ട്രോഫി എന്താ? ആർക്കും അറിയില്ല അപ്പോസ്ട്രോഫി എന്താണെന്നുള്ളത്? സിമ്പിളാണ്. ഹൈപ്പർബോള കൊടുത്തിട്ടുണ്ട്. Hyperbole is a literary device that involves that use of exaggeration for emphasize or effect. It is not meant to be taken literally, but it is used to create a strong impression, evoke emotion, or add dramatic flair to a statement or description. Enjambment കറക്റ്റ് പറഞ്ഞു. Enjambment is a literary device in poetry where a sentence or phrase continues beyond the end of a line, stanza or couplet without a pause or punctuation, creating a sense of flow and movement. ഒരു പങ്ക്ച്വേഷനോ പോസ്റ്റ്മാർക്കോ ഒന്നും ഇടാതെ അടുത്ത ലൈനിലേക്ക് കൊണ്ടുപോയി വിളിക്കുന്ന പേര് നമ്മൾ എൻജാംമെൻറ്റ്. ലാസ്റ്റ് അപ്പോസ്ട്രോഫി. വാട്ട്സ് അപ്പോസ്ട്രോഫി? ഷെല്ലിയുടെ ഫസ്റ്റ് പോയത് an apostrophe is a literary device where the speaker directly addresses an absent person, an abstract concept or an inanimate object. അല്ലേ? ഈ ലൈനിൽ ആരെ അഡ്രസ്സ് ചെയ്യുന്നത്? സോ ലെറ്റ് us മെൽറ്റ് ആൻഡ് മേക്ക് നോ നോയ്സ്. ഇതിൽ ആരെ അഡ്രസ്സ് ചെയ്യുന്നത്? ആ ലെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? വാട്ട്സ് ലെറ്റ്? നമുക്ക് എന്ത് ചെയ്യാം? സോ ലെറ്റ് us മെൽറ്റ് എന്ന് പറയുന്ന സമയത്ത് his wife. So his wife. No, he is addressing his wife. So that's an example of apostrophe. മറന്നു പോകരുത്. ഈ ലിറ്റററി ഡിവൈസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന മാക്സിമം ലിറ്റററി ഡിവൈസ് ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒറ്റ ലിറ്റററി ഡിവൈസ് നമുക്ക് പോവാണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം നോട്ട് ചെയ്ത് പോവാം കേട്ടോ. ഈ സ്റ്റാൻസ് ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ ഈ സ്റ്റാൻസിൽ? എന്താ ഡൗട്ട്? ചോദിച്ചു. ഡൗട്ട് ക്ലിയർ അല്ലേ? വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ടിന് ചോദിക്കണേ. ഓക്കെ. ഇനി ഇത് നെക്സ്റ്റ് he was comparing his love towards something that is beyond our imagination. Moving of the earth brings harms and fears. ഇയാൾ പറയാണ്
He notes that physical disturbances like earthquakes cause for fear and damage, drawing a parallel to ordinary lovers who react loudly to separation. ഇയാൾ എന്താ എർത്ത് വരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, ഒരുപാട് കോസ് ഫിയർ ആൻഡ് ഡാമേജ്, നമുക്ക് ഒരുപാട് ഡാമേജും ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കും. അതെങ്ങനെ, അത് ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, ഡ്രോയിങ് എ പാരലൽ ടു ഓർഡിനറി ലവേഴ്സ് ഹു റിയാക്ട് ലൗഡ്ലി ടു സെപ്പറേഷൻ. സാധാരണ മനുഷ്യന്മാർ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ദേ വിൽ മേക്ക് some fuss and they will make some fear, right? They will make tear floods and also they will make side tempest. So he trying to compare that love, അതാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് അവർ ലവ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ ലവ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ വായിച്ച് മനസ്സിലാവും. Men reckon what it did and meant. People try to interpret and understand these events just as they overreact to separations in ordinary love. ഓർഡിനറി ലവിലാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഈ എർത്ത് കേക്ക് പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് അല്ലേ. ഒരുപാട് നമ്മൾ സെപ്പറേറ്റ് ആയി പോകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് ആർക്കാണ്, ഫോർ ഓർഡിനറി പീപ്പിൾ. മെൻ റെക്കൺ വാട്ട് ഇറ്റ് ഡിഡ് ആൻഡ് മീൻഡ്. ബട്ട് അവർ ലവ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ് അല്ലേ. നമ്മുടെ ലവ് എങ്ങനെയാണ്, ബട്ട് ട്രിപ്പിഡേഷൻ ഓഫ് ദ സ്ഫിയേഴ്സ്. ഹിയർ ഹി കോൺട്രാസ്റ്റ് their love with the quieter cosmic movement, the slow, almost undetectable trepidation or oscillation of celestial bodies. What is the meaning? നമുക്കറിയാം, നമ്മുടെ ഭൂമിയെ ചുറ്റുന്ന 9 ഗ്രഹങ്ങളുണ്ടല്ലേ, എപ്പോൾ എട്ടണല്ലോ. ആ 9 ഗ്രഹങ്ങൾ ചുറ്റുന്ന നമ്മൾ അറിയുന്നുണ്ടോ, നമുക്ക് രാത്രി ആവുന്നുണ്ട് പകലാവുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ടോ, അതൊക്കെ നമ്മൾ അറിയാതെ നടക്കുന്ന സംഭവങ്ങളല്ലേ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് വരുത്തി വെക്കുന്നുണ്ടോ, ഇല്ല. സോ ഹി വാസ് കമ്പയറിങ് their love to trepidation of the spheres. Though greater far is innocent, though cosmic movements are larger and more important than earthly ones. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ സാധനങ്ങളല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞാണ് സെലസ്റ്റിയൽ ബോഡീസും ആൻഡ് ഇതൊക്കെ അല്ലേ. ദേ ഡോണ്ട് കോസ് ഹാം ഓർ ഫിയർ ജസ്റ്റ് ആസ് ദെയർ ലവ് ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ സെപ്പറേഷൻ. അതുപോലെയാണ് നമ്മുടെ സെപ്പറേഷൻ. വി ഡോണ്ട് ട്രൈ ടു ഡിസ്റ്റർബ് അതേഴ്സ്. ഓർഡിനറി പീപ്പിൾ വിൽ ഡിസ്റ്റർബ് അതേഴ്സ് ബിക്കോസ് ദെയർ സെപ്പറേഷൻ ഈസ് ലൈക്ക് വാട്ട് അത് പറഞ്ഞു പോയിട്ട് മുന്നേ പറഞ്ഞു, അടുത്ത ഫസ്റ്റ് ലൈനിൽ പറഞ്ഞു. ലൈക്ക് മൂവിങ് ഓഫ് ദ എർത്ത് ബ്രിങ്സ് ഹാംസ് ആൻഡ് ഫീസ്, റൈറ്റ്. എർത്ത് കേക്കിന് വേണ്ടി അയാൾ കമ്പയർ ചെയ്യുന്നത്. ഹൂസ് ലവ് ഓർഡിനറി പീപ്പിൾസ് ലവ്. വാട്ട് അബൌട്ട് their love is so purified and their love is so sacred, and he is comparing their love to what, trepidation of spheres. They won't make any disturbance, they won't make any harm, they won't make any fear, they won't make any high side tempest. ഇവരൊന്നും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുന്നില്ല. സോ അവർ ലവ് ഈസ് ലൈക്ക് ദാറ്റ് എന്നെ പറഞ്ഞാൽ നിർത്തുന്നത് കേട്ടോ. ഇത് രണ്ടിലും കാരണം മെറ്റഫറാണ്, ബിക്കോസ് ഹീ ഈസ് കമ്പയറിങ് ഹിസ് ലവ് ആൻഡ് ഓർഡിനറി പീപ്പിൾസ് ലവ് ടു സംതിങ് എൽസ്. ഓക്കെ, ക്ലിയർ അല്ലേ? മെറ്റഫർ പറയണ്ടല്ലോ, പറയണോ മെറ്റഫർ? വേണ്ട, ക്ലിയർ ആണ്. ഓക്കെ, ഈ സ്റ്റാൻസ് ക്ലിയർ ആണ്, ഈ സ്റ്റാൻസ ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ അടുത്ത ഇയാൾ വീണ്ടും ഒരു സംഭവമായിട്ട് വരികയാണ്. എന്താണ്? ഡൾ സബ്ലൂണറി ലവേഴ്സ് ലവ് whose soul is sense cannot admit absence because it doth remove those things which elemented it. നിങ്ങൾ പറയുന്നതാണ് ഫിസിക്കൽ സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. He contrasts their love with sublunary earthly love which depends on physical presence and passion. ഇതിൽ പറയുന്നതാണ് he contrasts their love. അവർ കമ്പയർ ചെയ്യാണ്. നമ്മുടെ ലവ് എന്താണ്, മറ്റുള്ള ലവ് എങ്ങനെയാണ്, ലവ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഫിസിക്കൽ പ്രസൻസ് ആൻഡ് പാഷൻ. മറ്റുള്ളവരുടെ ഓർഡിനറി പീപ്പിൾസ് ലവ് എന്താണ്, അവരുടെ ലവ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, ഫിസിക്കൽ പ്രസൻസ് ആൻഡ് പാഷൻ. ദേ നീഡ് ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദെയർ വൈഫ് ഓർ ദേ നീഡ് ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദെയർ ബിലവ്ഡ് ടു മെയിൻറ്റെയിൻ ദെയർ ലവ്. ബട്ട് വി ഡോണ്ട് വാണ്ട് ദാറ്റ്. പറയാണ് ഹൂ സോൾ ഇസ് സെൻസ് കനോട്ട് അഡ്മിറ്റ്. ഓർഡിനറി ലവേഴ്സ് റിലേ ഓൺ ദെയർ സെൻസസ്. ഇവർക്ക് എന്താണ്, ഇവരെ കാണണം, അല്ലെങ്കിൽ ഇവരെ ഫിസിക്കലി ഇൻ്റർകോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇവരുടെ ഒരു കോൺടാക്റ്റ് എപ്പോഴും ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഹൂ സോൾ ഇസ് സെൻസ് എന്ന് പറഞ്ഞാൽ സെൻസസ് ആണ് കേട്ടോ. ഓർഡിനറി ലവേഴ്സ് റിലേ ഓൺ ദെയർ സെൻസസ്. ദേ കാൺ ബിയർ സെപ്പറേഷൻ ബിക്കോസ് ദെയർ ലവ് ഡിപ്പെൻഡ്സ് ഓൺ ഫിസിക്കൽ ക്ലോസ്നെസ്. ഇവരുടെ ലവ് എന്തുമായിട്ടാണ് ദ ഫിസിക്കൽ ക്ലോസ്നെസ് ആണ്, അല്ലാണ്ട് ദേ ആർ നോട്ട് കണക്റ്റഡ് വിത്ത് ദ മൈൻഡ്. അവരെന്തല്ല, അവരുടെ മനസ്സുമായിട്ട് കണക്റ്റഡ് അല്ല. ഓൺലി ദേ ആർ കണക്റ്റഡ് വിത്ത് ദെയർ physical appearances. Absence because it doth remove. Separation is devastating for such love because it takes away the physical elements they rely on. അവരുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്,
In that case, separation is devastating for such love because it takes away the physical elements they rely on. അവർ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ഇവരുടെ ലവ് തകരാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ദ ഫിസിക്കൽ എലമെൻറ്റ്സ് ദാറ്റ് ദേ റിലേ ഓൺ, ബിക്കോസ് വെൻ ദേ ഡിപ്പാർട്ടിങ് ദ ഫിസിക്കൽ എലമെൻറ്റ്സ് ഓൾസോ ഡിപ്പാർട്ടിങ്, ദേ കാൺട്ട് സീ, ദേ കാൺട്ട് സെക്സ്വൽ ഇൻ്റർകോഴ്സ് അതൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ അവരുടെ ലവ് എങ്ങനെയാണ്? അതുകൊണ്ട് പോകുന്ന ലവാണ്. Those things which elemented it, physical touch and presence, are the elements of ordinary love. Without them, their love is diminished. അവരുടെ ലവ് എന്താണ്? ഫിസിക്കൽ എലമെൻറ്റ്സ് ആണ്. ഓർഡിനറി ലവിൻ്റെ എന്താണ്? അവർക്ക് ഫിസിക്കൽ കോണ്ടാക്റ്റ് വേണം, അവർക്ക് കാണണം, അവർക്ക് സംസാരിക്കണം, എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരുടെ ആ ഒരു ഫീലിങ്സ് അവർക്ക് പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. ക്ലിയർ ആണോ ഈ സ്റ്റാൻസ? ഹലോ, ക്ലിയർ ആണോ? then line 13 tell substitute lovers love alliteration വരുന്നുണ്ട്, those things alliteration വരുന്നുണ്ട്. ആൻഡ് അടുത്തത് എൻജായ്മെൻ്റ് ആണ് കേട്ടോ. ഡൽ സബ്സ്റ്റിറ്റ്യൂട്ട് ലവേഴ്സ് ലവ് എന്ന് പറയുന്നത് എൻജായ്മെൻ്റ്. അതെന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. അത് മറ്റേ നമ്മൾ ഫോണിൽ ഈ സാധനം ഇടുന്ന സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഏത് നമ്മുടെ ഈ ഒരു സ്ലൈഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ അലൈൻമെൻറ്റ് വിഷയമൊക്കെ വരുന്നുണ്ട്. അങ്ങനെയല്ല ചെയ്തിരുന്നത്. ഓക്കെ, ഇനി അവരുടെ സ്നേഹത്തെക്കുറിച്ച് പറയാണ്. ബട്ട് വി ബൈ എ ലവ് സോ മച്ച് റിഫൈൻഡ്. പക്ഷെ നമ്മുടെ ലവ് അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ലവ് എങ്ങനെയാണ്? Done asserts that their love is purer and more refined than that of others. It transcends physical needs. നമുക്ക് ഫിസിക്കൽ നീഡ്സ് നമുക്ക് വേണ്ട. ഇറ്റ്സ് മോർ ദാൻ ഫിസിക്കൽ നീഡ്സ്. അവർ ലവ് ഈസ് മോർ ദാൻ ഫിസിക്കൽ നീഡ്സ്. ദാറ്റ് അവർ സെൽസ് നോ നോട്ട് വാട്ട് ഇറ്റ് ഈസ്. നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ ലവ് എന്താണെന്നുള്ളത്. their love is so profound that even they can fully comprehend it. അവർക്ക് തന്നെ ഫുള്ളായിട്ട് അവർക്ക് കോംപ്രഹെൻഡ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. because that much refined, that much pure that their love. It's spiritual and mysterious. അത് ഭയങ്കര സ്പിരിച്വൽ ആണ്, and it is also very mysterious. In the assured of their mind, their bond is rooted in mental and spiritual understanding rather than physical presence. Inter-assured was inter-assured. Their bond is rooted in mental and spiritual. What is it? That is mean inter. മെൻ്റലായിട്ടും സ്പിരിച്വലായിട്ടുള്ളവർ എന്താണ്? അവരുടെ മൈൻഡ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. കെയർലെസ് ഐസ്, ലിപ്സ് ആൻഡ് ഹാൻഡ്സ് ടു മിസ്. ബിക്കോസ് their love is in physical. അവരെന്തല്ല, they're careless about eyes, lips and hands to miss. അവർ കാണണ്ട. ലിപ്സ് ഇൻ ദ സെൻസ് സെക്സ്വൽ കൊണോട്ടേഷനാണ്. ആൻഡ് ഹാൻഡ്സ് ടു മിസ്. അവർക്ക് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒന്നും വേണ്ട അവർക്ക്. ബിക്കോസ് their love is not physical. They don't miss each other's physical presence in the same way ordinary lovers would. അവർ സാധാരണ മനുഷ്യന്മാരിലെ പോലെ ലവ് അല്ല അവരുടേത്. ബിക്കോസ് their love is so much refined and because their love is so much pure. Okay, mature. It's very good. So in line 17 we can see what in line 17 we can see an apostrophe. അത് എവിടെയാ എന്ന് പറഞ്ഞേ? line number 17. what is the apostrophical word? that ourselves അല്ലേ? ആ ഒരു വേർഡ് ആര് വിളിക്കുന്നുണ്ട്? ജോൺ ഡൺ തൻ്റെ ഭാര്യയോട് പറയാണ്. that ourselves know നോട്ട് വാട്ട് ഇറ്റ് ഈസ്. നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ പ്രേമത്തിൻ്റെ സംഭവം എന്താണെന്നുള്ളത്. അങ്ങനെ ആര് പറയണേ? ഡണ്ണ് തൻ്റെ ഭാര്യയോട് പറയാണ്. അപ്പോൾ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് അപ്പോസ്ട്രഫി. മറന്നു പോയത് കേട്ടോ. അവർ ടു സോൾസ് therefore which are one, though I must go enter not yet. A breach but an expansion like gold to airy thinnest beat. അല്ലേ? എന്താ അതിന് മീനിങ്? അവർ ടു സോൾസ് therefore which are one. He says that നമ്മൾ രണ്ട് സോൾ എന്താണ്? വൺ ആണ്. Then says that their souls are united, acting as one even though they are two individuals. നമ്മൾ രണ്ട് മനുഷ്യന്മാർ, നമ്മുടെ സോൾ എന്താണ്? our two souls therefore which are one. നമുക്ക് ഒറ്റ മനസ്സേ ഉള്ളൂ അല്ലേ? നമ്മൾ രണ്ട് മനുഷ്യന്മാർ നമുക്ക് എന്തെങ്കിലും ഒറ്റ മനസ്സേ ഉള്ളൂ. though I must go and do not yet, even though he must leave. എന്നിരുന്നാലും ഞാൻ എന്ത് ചെയ്യണം? പോകണം. കാരണം because I need to travel. Their souls remain connected. even though he must leave, ഞാൻ പോയാലും എന്ത് ചെയ്യും? their souls remain connected. though I must go, I want to go. Endure not yet. Endure means even though our souls are connected. A breach but an expansion. The separation is not break. അവരുടെ separation എന്തില്ല? It doesn't break their relationship. Their separation isn't break. Instead, it's an expansion like gold that stretches without breaking. ഇവിടെ ആ ഒരു മെറ്റാലജിക് കൺസീറ്റാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് മെറ്റാലജിക് കൺസീറ്റാണ് വരുന്നത്. ഗോൾഡുമായിട്ടാണ് ഇവിടെ പ്രണയത്തെ കമ്പയർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ എ ബ്രീച്ച് ബട്ട് എൻ എക്സ്പാൻഷൻ ലൈക്ക് ഗോൾഡ് ടു എയറി തിന്നസ് ബീറ്റ്. വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഗോൾഡ്? മാലിയബിലിറ്റി ആണ് അല്ലേ? നമ്മൾ എത്ര വേണമെങ്കിൽ അടിച്ച് പരത്താ സാധനം.
ദ സെപ്പറേഷൻ ഈസ് ഇൻ ബ്രേക്ക് ഇൻസ്റ്റെഡ് ഇറ്റ്സ് എക്സ്പാൻഷൻ. അത് എക്സ്പാൻഡ് ചെയ്ത് പോവാണ്, അത് ബ്രേക്ക് ചെയ്ത് പോകുന്നില്ല. ഞാൻ പോകുന്നിടത്തോളം എന്തുണ്ട്, അത് നിൻ്റെ സ്നേഹം എന്നെ പിന്നാലെ തന്നെയുണ്ട്, അത് എക്സ്പാൻഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് കാൺ ബ്രേക്ക് ലൈക്ക് ഗോൾഡ് ദാറ്റ് സ്ട്രെച്ചസ് വിത്തൗട്ട് ബ്രേക്കിംഗ്. നമുക്ക് എന്ത് ചെയ്യാം, ഗോൾഡ് സ്ട്രെച്ച് ചെയ്യുന്ന പോലെ ഗോൾഡ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എത്ര വേണം നീട്ടിക്കൊണ്ടുപോകാം, ഗോൾഡ് നമുക്ക് എത്ര തിന്നായിട്ട് വേണം നീട്ടിക്കൊണ്ടുപോകാം. Like gold to airy thinnest bead, he conveys their love to gold, which can be stretched and thinned without breaking, symbolizing the endurance and flexibility of their bond. ഇവരുടെ ആ ഒരു ബന്ധത്തെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്, ഹി വാസ് കമ്പയറിങ് ടു ഗോൾഡ് ടു എയറി തിന്നസ് ബീറ്റ്. അതായത് ഗോൾഡിൻ്റെ ആ ഗോൾഡ് എത്ര ഗോൾഡിന് അടിച്ച് പരത്താൻ പറ്റുമോ അത്രയും, ഞാൻ എത്ര ദൂരം പോകുന്നു നിൻ്റെ സ്നേഹം എൻ്റെ പിന്നെ അത്രയും ദൂരം വരുന്നുണ്ട്. ലൈക്ക് വാട്ട് എക്സ്പാൻഷൻ ഓഫ് ഗോൾഡ്. ഓക്കെ, ഇതിൽ സിമ്പിൾ വരുന്നത് ലൈക്ക് ഗോൾഡ് ടു എയറി തിന്നസ് ബീറ്റ് ആണ്. ഫസ്റ്റ് ലൈൻ 24, ലൈൻ 21 വരുന്നത് പാരഡോക്സ് ഓർ ടൂൾ സോൾസ് ദെയർ ഫോർ വിച്ച് ആർ 1 വരുന്നത് പാരഡോക്സ് വരുന്നുണ്ട്. ദെൻ ലൈക്ക് ഗോൾഡ് ടു എയറി തിന്നസ് ബീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മെറ്റാഫിസിക്കൽ കൺസീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മെറ്റാഫിസിക്കൽ കൺസീറ്റ് വരുന്ന ഫസ്റ്റ് സ്റ്റാൻസ് ഏതാ പറയൂ? മെറ്റാഫിസിക്കൽ കൺസീറ്റ് 2 മെറ്റാഫിസിക്കൽ കൺസീറ്റാണ് വരുന്നത്, ഒന്ന് ഗോൾഡും ഒന്ന് കോമ്പസും. എല്ലാം അറിയുന്നതാണല്ലോ അല്ലേ? അപ്പോൾ ഈ ലൈക്ക് ഗോൾഡിൻ്റെ മെറ്റാഫിസിക്കൽ കൺസീറ്റ് വരുന്ന സ്റ്റാൻസ് ഏതാ ഒന്ന് പറഞ്ഞേ. ഇമ്പോർട്ടൻ്റ് ആക്കി നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, അതൊക്കെ ചിലപ്പം ക്വസ്റ്റിനോട് വരാൻ ചാൻസ് ഉണ്ട്, ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഏത് സ്റ്റാൻസിലാണ് വരുന്നത്? അപ്പോൾ നോട്ട് ചെയ്തോളി, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തുടങ്ങിയത് ഫസ്റ്റ് സ്റ്റാൻസ, സെക്കൻഡ് സ്റ്റാൻസ, തേർഡ് സ്റ്റാൻസ, ഫോർത്ത് സ്റ്റാൻസ, ഫിഫ്ത്ത് സ്റ്റാൻസ, സിക്സ്ത് സ്റ്റാൻസ കേട്ടോ. ഫസ്റ്റ് കൺസീറ്റ് വരുന്നത് സിക്സ്ത് സ്റ്റാൻസിലാണ്, മറന്നു പോകണ്ട. ഫസ്റ്റ് റെഫറൻസ് വരുന്നത്, ഫസ്റ്റ് മെറ്റാഫിസിക്കൽ കൺസീറ്റ് റെഫറൻസ് വരുന്നത് സിക്സ്ത് സ്റ്റാൻസിലാണ് കേട്ടോ, മറന്നു പോകണ്ട. അപ്പോൾ ഈ ഒരു സ്റ്റാൻസ് ക്ലിയർ അല്ലേ? ഓട്ടുന്നില്ലല്ലോ? ക്ലിയർ ആണോ അല്ലേ? ക്ലിയർ. ഓക്കെ, അവിടെ പാരഡോക്സ് എങ്ങനെയാ വന്നേ? അവർ ടു സോൾസ് ദെയർ ഫോർ വിച്ച് ആർ 1. പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സോളാണെങ്കിലും പക്ഷേ നമ്മൾ ഒറ്റ ഒന്നാണ്, അതാണ് പാരഡോക്സ് വരുന്ന ആ ഒരു സംഭവം. പാരഡോക്സ് ഉൾപ്പെടുത്തിയിട്ടില്ല എൻ്റെ ഒരു ഡെഫിനിഷന്. അവർ ടു സോൾസ് ദെയർ ഫോർ വിച്ച് ആർ 1, അതാണ് പാരഡോക്സിൻ്റെ ഒരു സംഭവം. അതായത് 2 സംഭവങ്ങളാണെങ്കിലും നമ്മൾ ഒന്നാണ്, അങ്ങനെ പറയുന്നതാണ് പാരഡോക്സ്. കാരണം ഒരിക്കലും ഒന്നല്ലല്ലോ, ആണോ? 2 മനുഷ്യന്മാർ 2 അല്ലേ? പക്ഷേ ഹി സേസ് ദാറ്റ് which are 1. That's the meaning of paradox. Next stanza. Okay. Next stanza. If they be 2, they are 2 so, as stiff twin compasses are 2. This thy soul, the fixed root, makes no show to move, but doth if the other do. എന്താ പറയുന്നത്? If they be 2, they are 2 so. അല്ലേ? If their souls are indeed 2, they are still so closely connected that they function as 1. ഇതിൽ പറയുന്നതാണ്, നമ്മൾ 2 സോൾസും 2 ആണെങ്കിലും, if they be 2, നമ്മൾ 2 ആണെങ്കിലും they are 2 so. 2 സോൾസ് ആണെങ്കിലും എന്താണ്, as stiff twin compasses are 2. അവരെന്താണ്, very closely connected ആണ്. How they are connected? That is the second line. That is next line. As stiff twin compasses are 2. He uses the metaphor of compass with one leg fixed and the other moving around it to describe their connection. ആരെപ്പോൾ ജോയിൻ ചെയ്യുന്നത്? As stiff twin compasses are 2, അല്ലേ? He uses the metaphor or for compass with one leg fixed and the other moving around it to describe their connection. ഇവരുടെ കണക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു നെക്സ്റ്റ് കൺസീറ്റ് ഉണ്ട്, കോമ്പസ് എന്ന് പറഞ്ഞ കൺസീറ്റ്. ഇതിൽ പറഞ്ഞ എന്താണ്, ഇയാൾ ആ നടുവ് കുത്തിരിക്കുന്ന ആ ഒരു പോയിൻ്റ് എന്താണ്, വാട്ട് ഈസ് ദി പോയിന്റ്? നമ്മളൊരു ഇതുണ്ടല്ലോ, ഒരു സെൻറ്റർ പോയിന്റ്. ആ സെൻറ്റർ പോയിന്റ് ആരാ? ഒരു സെൻറ്റർ പോയിന്റ് വൈഫാണ് അല്ലേ? ആ കറങ്ങുന്ന ആളായിരുന്നു ജോണ്ടൺ ആണ് കറങ്ങുന്ന ആൾ. ഓക്കെ, വെരി ഗുഡ്. ആ, so he uses the metaphor of compass with one leg fixed and the other moving around it to describe their connection. Thy soul, thy fixed foot makes no show. His lover's soul is like the fixed leg of the compass. അത് പറഞ്ഞെന്ന് വെച്ചാൽ ആ ഫിക്സ്ഡ് ലെഗ് എന്താണ്? ഇറ്റ് വാസ് ഹിസ് ലൈഫ്, ഇറ്റ് വാസ് ഹിസ് വൈഫ്, സ്റ്റഡി ആൻഡ് അൺമൂവിങ്. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല. ഷി വാസ് സ്റ്റഡി to move but does if others do. The fixed foot moves in response to the other, symbolizing how his lover's soul remains connected to his movement. അല്ലേ? തൻ്റെ
അതായത് അയാൾ ഇപ്പം നമ്മൾ ഒരു കോമ്പസ് ഒരു സെൻറ്റർ കുത്തി കഴിഞ്ഞാൽ നേരെ നിൽക്കുമ്പോൾ കുറച്ച് നീക്കുക എന്ത് ചെയ്യും, അതിനനുസരിച്ച് ഈ കോമ്പസിൻ്റെ ഈ സൈഡ് നീങ്ങൂലേ, രണ്ടും ഒരേപോലെയാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അതായത് കോമ്പസ് പോകുമ്പോൾ ഒരു സൈഡ് കുത്തി നമ്മൾ കുറച്ചൊക്കെ മൂവ് ചെയ്യുമ്പോൾ ആ രണ്ട് സൈഡ് ഒരേപോലെ മൂവ് ചെയ്യുന്നുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. To move but does if others do. The fixed foot moves in response to the other, symbolizing how its lover's soul remains connected to his own movement. ക്ലിയർ അല്ലേ? അതിൽ വരുന്നത് സിമിലി വരുന്നുണ്ട്, ഡയക്കോപ്പ് വരുന്നുണ്ട്, ആൻഡ് ഓൾസോ കൺസീറ്റും വരുന്നുണ്ട്. സിമിലി കറക്റ്റ് അല്ലെങ്കിൽ ഇഫ് ദേ ബി ടു ദേ ആർ ടു സോ ആസ് ഇഫ് ട്വിൻ കോമ്പസ് ആർ ടു. ആസ് വരുന്നതോടെ സിമിലി വരാനുള്ള കാരണം ഈ നെക്സ്റ്റ് ലൈൻ ഡയോകോപ്പ് അതുപോലെ തന്നെ ഡയോകോപ്പ് ഇഫ് ദേ ബി ടു ദേ ആർ ടു സോ ആസ് ഇഫ് ട്വിൻ കോമ്പസ് ആർ ടു. ഡയോകോപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഡയോകോപ്പ് ഈസ് എ റെട്ടറിക്കൽ ഡിവൈസ് ഇൻവോൾവിംഗ് ദ റെപ്പിറ്റേഷൻ ഓഫ് എ വേർഡ് ഓർ ഫ്രേസ് വിത്ത് വൺ ഓർ മോർ ഇൻ്റർവെനിങ് വേർഡ്സ്. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ടു എംഫസൈസ് ആൻ ഐഡിയ, ക്രിയേറ്റ് റിതം ഓർ ഇവോക്ക് സ്ട്രോങ് ഇമോഷൻസ്. ഇവിടെ ആ ടു എന്നുള്ള ആ സംഭവം 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ട്രിപ്പിൾ റിപ്പീറ്റേഷൻ ഓഫ് 2 ആണ്. ദിസ് റിപ്പീറ്റേഷൻ ഡെവലപ്സ് ദ ഐഡിയ ഓഫ് സോൾസ് ബീങ് സെപ്പറേറ്റ് ആൻഡ് ബ്രിങ്സ് എ സ്പീക്കർ ഇൻ ടു ദ ഫൈനൽ ആർഗ്യുമെൻറ്റ് വെർ ഹി എക്സ്പ്ലെയിൻസ് ഹൗ 2 തിങ്സ് ക്യാൻ ഓൾസോ ബി 1. അതായത് ആദ്യം പറഞ്ഞ 2 മനുഷ്യന്മാരാണ്, പക്ഷേ രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് എത്തുന്നുണ്ട് ആ ഒരു ഹൗ വെർ ഹി എക്സ്പ്ലെയിൻസ് ഹൗ 2 തിങ്സ് ക്യാൻ ഓൾസോ ബി 1. ഈ 2 സംഭവം ഒന്നാണെന്ന് പറയുന്നത് കുറച്ച് അടുത്ത ലൈനിൽ. അങ്ങനെ വിളിക്കുന്ന പേരാണെന്ത്, ഡയക്കോപ്പ് കേട്ടോ, മറന്നു പോകണ്ട. അപ്പോൾ ഈ അതും പാരഡോക്സും തമ്മിൽ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. ഞാൻ ഇന്നുണ്ടാക്കിയ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇന്നുണ്ടാക്കിയ സ്ലൈഡ് കൊണ്ട് കൂടുതലേക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ഓക്കെ, പാരഡോക്സും ഡയക്കോപ്പും ഞാൻ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത ക്ലാസ്സിൽ കേട്ടോ. പിന്നെ ലാസ്റ്റ് വൺ ആസ് ഇഫ് ട്വിൻ കോമ്പസസ് ആർ 2 മെറ്റഫിസിക് കൺസീറ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻചാൻമെൻറ്റും കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ലൈൻ ആൻഡ് ദോ പാരഡോക്സും ഡയക്കോപ്പ് രണ്ടും രണ്ട് തന്നെയാണ്, പക്ഷെ അത് കുറച്ചും കൂടി എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. അല്ല, അത് രണ്ടും തമ്മിൽ കണക്ഷനേ ഇല്ലല്ലോ. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഞാനിതും കൂടി നോക്കിയിട്ട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ആൻഡ് ദോ ഇറ്റ് ഇൻ ദ സെൻറ്റർ സിറ്റ് യെറ്റ് വെൻ ദ അതർ ഫോർ ദ ത്രോം ഇറ്റ് ലീൻസ് ആൻഡ് ഹേർക്കൻസ് ആഫ്റ്റർ ഇറ്റ് ആൻഡ് ഗ്രോസ് എറക്റ്റ് ആസ് ദാറ്റ് കംസ് ഹോം. നമ്മൾ 8th സ്റ്റാൻഡേർഡ് 8ാമത്തെ സ്റ്റാൻഡേർഡ് വരുന്നത്. 7th സ്റ്റാൻഡേർഡിലാണ് കോമ്പസിൻ്റെ വരുന്നത്, 6th സ്റ്റാൻഡേർഡിലാണ് ഗോൾഡിന് വരുന്നത്. അപ്പോൾ മറന്നു പോകണ്ട. 9th സ്റ്റാൻഡേർഡ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡാണ്. ആൻഡ് ദോ ഇറ്റ് ഇൻ ദ സെൻറ്റർ സിറ്റ് ദ ഫിക്സ്ഡ് ഫുട്ട് ഹിസ് ലവേഴ്സ് സോൾ സ്റ്റേസ് അറ്റ് ദ സെൻറ്റർ ഗ്രൗണ്ടഡ് ആൻഡ് സ്റ്റേബിൾ. അല്ലേ, സെൻറ്ററിൽ ഇരിക്കുന്ന ആരാണ്? ഹൂ സിറ്റിംഗ് സെൻറ്റർ? സെൻറ്ററിൽ ഇരിക്കുന്ന ആളാരാ? വൈഫാണ്. Yet when the other for the throne, even as the other leg of the compass moves far away, the connection remains intact. ഇനി ഞാൻ എവിടേക്ക് പോയാലും ഈവൻ ആസ് the other leg of the compass moves far away, അല്ലേ, അവർ അങ്ങോട്ട് എങ്ങനെ എത്ര ദൂരം പോയി കഴിഞ്ഞാലും the connection remains intact. നമ്മൾ കണക്ഷൻ എന്തേക്കാരം അപ്പോഴും നിലനിൽക്കുന്ന പറയുന്നത് യെസ് എറ്റ് വെൻ ദ അതർ ഫോർ ദ ത്രോം ഇറ്റ് ലീൻസ് ആൻഡ് ഹേർക്കൻസ് ആഫ്റ്റർ. ലീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ കോമ്പസ് നമ്മൾ ഇതെടുത്താൽ എന്താവും, മാക്സിമം സർക്കിൾ വെക്കുന്ന സമയത്ത് എന്താവും, ലീൻ ചെയ്യില്ല, അത് ഇങ്ങോട്ട് വളഞ്ഞു പോകില്ലേ, വളഞ്ഞു പോകുന്നത് ചാഞ്ഞു പോകില്ലേ, ആണ് പറയുന്നത്. ഈവൻ ആസ് ദ അതർ ലെഗ് ഓഫ് ദ കോമ്പസ് മൂവ്സ് ഫാർ അവേ. നമ്മൾ മാക്സിമം ആ ലെഗ് മാക്സിമം ഫാർ മൂവ് ചെയ്തു, എന്നാലും ദ കണക്ഷൻ റിമൈൻസ് ഇൻടാക്റ്റ്. ആ കണക്ഷൻ എന്തേക്കാരം ഒരിക്കലും മുടിഞ്ഞു പോകില്ല, ഇൻടാക്ട് ഷുഡ് ബി ദെയർ. ദ കണക്ഷൻ ഷുഡ് ബി ദെയർ. It leans and hearkens after it. His lover's soul leans towards him, maintaining their connection despite distance. അത് ലീൻ ചെയ്ത് പോകും. ഇഫ് ദ അത് പറഞ്ഞതെന്താ വെച്ചാൽ അവരുടെ ആ ഡിസ്റ്റൻസിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി പറഞ്ഞ സാധനമാണ്. ഹിസ് ലവേഴ്സ് സോൾ ലീൻസ് ടുവാർഡ്സ് ഹിം, മെയിൻറ്റെയിനിങ് ദെയർ കണക്ഷൻ ഡെസ്പൈറ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഗ്രൂസ് എറക്റ്റ് ആസ് ഇറ്റ് കംസ് ഹോം ആസ് ഹി റിട്ടേൺസ് ദ ഫിക്സ്ഡ് ഫുഡ് സ്ട്രൈറ്റൻസ്. എന്താ അത് മാക്സിമം നമ്മൾ പരത്തി മാക്സിമം നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറ്റം വരെ പോകും. നമ്മൾ മാക്സിമം നമ്മൾ അടുത്ത് വെച്ചാലോ എന്താ 2 കാലം എവിടേക്ക് വരും? ആസ് ഹി റിട്ടേൺസ് ദ ഫിക്സ്ഡ് ഫുഡ് സ്ട്രൈറ്റൻസ്. അല്ലേ, ആ 2 ഫുട്ട് ഒരേ സമയം നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, സ്ട്രൈറ്റനായിട്ട് നിൽക്കും. സിംബലൈസിങ് ദർ റീയൂണിയൻ ആൻഡ് ദ കംപ്ലീഷൻ ഓഫ് ദി സർക്കിൾ. ഇതിൽ
പേഴ്സണിഫിക്കേഷൻ വരുന്നുണ്ട് ഒരു ലൈനിൽ. ഏതാ പേഴ്സണിഫിക്കേഷൻ വരുന്നത്? ഇറ്റ് ലീൻസ് ആൻഡ് ഹോക്കിൻസ് ആഫ്റ്റർ ഇറ്റ്. വാട്ട്സ് ഇൻ ഹോക്കിൻസ്? അത് പേഴ്സണിഫിക്കേഷൻ വരുന്നൊരു ലൈനിൻ്റെ എന്താ? ക്വസ്റ്റ്യൻ വരാൻ ചാൻസുള്ള ഏരിയ കേട്ടോ. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാധനമാണ്. വൈ ഹി സേസ് ദാറ്റ് പേഴ്സണിഫിക്കേഷൻ? ആ അപ്പോൾ എന്ത് പേഴ്സണിഫിക്കേഷൻ, എന്ത് ഹ്യൂമൻ ക്വാളിറ്റിയാണ് വരുന്നത് ഇതിന്? അല്ല. ഇറ്റ് ലീൻസ് ആൻഡ് ഹേർക്കിൻസ് ആഫ്റ്റർ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഹേർക്കിൻസ് മീൻസ് ലിസൺ. ലിസണിങ് എന്ന് പറഞ്ഞൊരു വേർഡിൻ്റെ മീനിങ് ആണ് ഹേർക്കിൻസ് കേട്ടോ. അപ്പോൾ അതാണ് ഹേർക്കിൻസ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഹേർക്കിൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മീനിങ് എന്താണ്? ലിസണിങ് എന്നാണ്. അതുകൊണ്ട് ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് പേഴ്സോണിഫിക്കേഷൻ. ക്ലിയർ അല്ല? ഈ സ്റ്റാൻസ ക്ലിയർ ആണോ? Okay, right. So we are moving to the last stanza of our poem. Such will thou be to me who must, like the other foot, obliquely run. Thy firmness makes my circle just and makes me end where I began. His lover, such will thou be to me who must, in the sense, his lover will remain constant and supportive as he travels. Such will thou be to me who must. You should stand with me, അല്ലേ? ഹിസ് ലവ് വിൽ റിമൈൻ, ഹിസ് ലവർ എന്താണ് റിമൈൻഡ് ചെയ്യാണ്, കോൺസ്റ്റൻറ്റ് ആൻഡ് സപ്പോർട്ടീവ് ആസ് ഹി ട്രാവൽസ്. നിങ്ങൾ യാത്ര പോകുന്ന സമയത്ത് ഇവിടെ എന്താണ്? ഭയങ്കര സപ്പോർട്ടീവാണ്. ആൻഡ് ഷി വിൽ ബി ദേർ ആസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് സപ്പോർട്ടീവ് ലൈക്ക് ഫോർ ഹിം. ലൈക്ക് ദ അതർ ഫുട്ട് ഒബ്ലിക്ലി റൺ. എന്ത് ചെയ്യണം? ഹി മസ്റ്റ് ട്രാവൽ അറ്റ് എ ഡിസ്റ്റൻസ്. അവൻ എന്ത് ചെയ്യണം? ഒരു ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യണം. ലൈക്ക് ദ അതർ ഫുട്ട്. ഹൂസ് അതർ ഫുട്ട്? ഇല്ല, അതർ ഫുട്ട് ആരാ? ഹൂസ് അതർ ഫുട്ട്? ഇത് പോയം ജോണ്ടൺ അല്ലേ? ലൈക്ക് ദ അതർ ഫുട്ട് ഒബ്ലിക്ലി റൺ. ഹി മസ്റ്റ് റൺ, ഹി മസ്റ്റ് ട്രാവൽ. നിങ്ങൾ എന്ത് ചെയ്യണം? എന്തായാലും ട്രാവൽ ചെയ്തേ പറ്റൂ. ഹി മസ്റ്റ് റൺ ഓർ ഹി മസ്റ്റ് ട്രാവൽ. യെറ്റ് ദേ റിമൈൻ കണക്റ്റഡ് ത്രൂ ലവ്. എന്തായാലും നമ്മൾ എവിടെ പോയി ട്രാവൽ ചെയ്താലും വി മസ്റ്റ് കണക്റ്റഡ് വിത്ത് ദ ലവ്. Thy firmness makes my circle just. His lover's constancy keeps their relationship whole, like a perfect circle drawn by a compass. His lover's constancy, thy firmness, that means his lover's constancy keeps the relationship whole, like a perfect circle drawn by a compass. ആ ഒരു കോമ്പസ് പെർഫെക്റ്റ് സർക്കിൾ പോലെ എന്ത് ചെയ്യണം? നമ്മുടെ ലവ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആൻഡ് മേക്സ് മീ എൻഡ് വെർ ഐ ബിഗൻ. His journey brings him back to where he started. Then only he can come back, reinforcing that their love is enduring and cyclical, able to withstand any distance. In എവിടെ പോയാലും, if I go anywhere, I will come back to you as a compass. ആ ഒരു കോമ്പസ് പോകുമ്പോൾ ആ പരിധി ഉണ്ട് അല്ലേ? ആ ഒരു കോമ്പസിൻ്റെ ഇതെവിടെയാണ്? മറ്റേ പോയിൻ്റ് എവിടെയാണ്? ആ ഒരു കോമ്പസ് നിയന്ത്രിക്കുന്ന ആരാണ്? ആരാ? ദ സെൻറ്റർ ഓർ ദി സെൻറ്റർ പോയിന്റ്, റൈറ്റ്? സോ ആരാണ് ഇവരെ നിയന്ത്രിക്കുന്ന ആളാരാണ്? ഹിസ് വൈഫ്. സോ ഹി കാൺട്ട് ക്രോസ് ദാറ്റ്. സോ ദാറ്റ്സ് അവർ പോയം വാല്യൂഷൻ ഫോർബിഡിങ് മോഡ്. ഇതിൽ പറഞ്ഞ് മൊത്തം അലിട്രേഷൻ മാത്രമേ ഉള്ളൂ ഈ ഒരു 3 ലൈനിൽ, ഈ 4 ലൈനിൽ. സോ ദാറ്റ്സ് അവർ പോയം. ഇതിൽ പാരഡോക്സും ഡയക്കോപ്പ് മാത്രമേ ഒരു ഡൗട്ട് വന്നത് അത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. കാരണം നിങ്ങൾക്ക് വെറുതെ ഒരു അത് ചെറിയ ഡൗട്ട് എനിക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അടുത്ത ക്ലാസ് പറഞ്ഞാൽ കാരണം എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം വല്ല കിട്ടിയിട്ടില്ല. അതുകൊണ്ടുള്ള പറ്റിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇത്ര നമ്മുടെ പോയം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പോൾ പറഞ്ഞുതരാം. എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആവാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ടോ എന്തെങ്കിലും ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഭാഗം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ എന്നാൽ നമ്മൾ എടുത്തത് ജോൺ ഡണ്ണിൻ്റെ ഏതാ പോയെടുത്ത് നമ്മൾ വാല്യൂഷൻ ഫോർബിഡിങ് മോർണിംഗ്. അപ്പോൾ അതിൻ്റെ MCQ ഞാനിപ്പോൾ ഗ്രൂപ്പിൽ ഇപ്പോഴല്ല കുറച്ച് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് MCQ നോക്കിയിട്ട് അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ചെയ്യുക. ഓക്കെ, ദെൻ വി വിൽ മീറ്റ് യു ടുമോറോ. നാളെ നമ്മൾ ക്ലാസ്സിലുണ്ടാവും. നാളെ നമ്മൾ പോർഷൻ ഏതാ? ജസ്റ്റ് ടുമോറോസ് പോർഷൻ എന്താണ്? മാക്ബത്ത്. അപ്പോൾ എല്ലാവരും മാക്ബത്ത് വായിച്ചു വിചാരിക്കുന്നു. നല്ലോണം വായിക്കുക, പ്ലേ, ബിക്കോസ് ഈച്ച് സെൻറ്റൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഏത് സെൻറ്റൻസും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഏരിയയാണ് മാക്ബത്ത്.
നല്ലോണം ആ ടെക്സ്റ്റ് വായിക്കണം, അല്ലാണ്ട് വെറുതെ ക്ലാസ് ചെയ്യുന്നതിന് കാര്യമില്ല കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ എം സിക്ക് ഞാൻ ഇപ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഒരു 80 ക്വസ്റ്റ്യൻസോളം ഉണ്ടാവും എം സിയുടെ. ഒരു 80 ക്വസ്റ്റ്യൻസോളം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഈ പോയത്തിന്. ഇതിനപ്പുറത്തേക്ക് വേറെ ക്വസ്റ്റ്യൻ പോയത്തിന് ചോദിക്കാനുണ്ടാവില്ല. അങ്ങനെ എം സിക്ക് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ആൻസർ ചെയ്യുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, then meet you tomorrow. Bye, good night.